नमः। ॐ सर्वमङ्गलमाङ्गल्ये शिवे सर्वार्धसाधिके शरण्ये त्र्यम्बिके गौरी नारायणी नमोऽस्तुते। ॐ नमः शिवाय। ॐ नमो नारायणाय। ॐ नमो भगवते वासुदेवाय। ഹരേ കൃഷ്ണ. ഓം നമ ശിവായ. ഇന്ന് നമുക്ക് ശിവപുരാണത്തിൻ്റെ ഭാഗം 46 പറയാനുള്ളത്. പക്ഷെ അതിനു മുമ്പ് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ഇപ്പോൾ ഓരോരുത്തരും നമ്മൾ ഭൂമിയിൽ ജനിക്കുമ്പോൾ ഓരോരുത്തർക്കും മരണങ്ങൾ സംഭവിക്കുന്നുണ്ടല്ലേ. ജനിച്ചാൽ ഒരിക്കലും മരിക്കണം എന്നുള്ളത് ഒരു സത്യമായിട്ടുള്ള കാര്യമാണ്. അപ്പം അങ്ങനെ നമ്മുടെ കൺമുമ്പിൽ ഇപ്പോൾ അനേക തരത്തിലുള്ള മരണങ്ങളൊക്കെ നമ്മൾ കാണാറുണ്ട് അല്ലേ. ഓരോരുത്തരും മരണപ്പെടാറുണ്ട്. അപ്പം മരണം എന്ന് പറയുന്ന ഒരു സത്യമായിട്ടുള്ള കാര്യമാണ് അല്ലേ. അപ്പം ആരും വിഷമിക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഓരോരുത്തരും മരിക്കുന്നു, അവർ പോകുന്നത് എവിടേക്കായിരിക്കും? ഭഗവാന്റെ അടുത്തേക്ക് തന്നെ ആയിരിക്കും അല്ലേ. അതുകൊണ്ട് അതിൽ നമ്മൾ സങ്കടപ്പെടേണ്ട ആവശ്യമില്ല. പക്ഷേ ചെറുപ്പക്കാരായിട്ടുള്ളവരൊക്കെ ചിലർ മരിക്കുമ്പോൾ നമുക്ക് വളരെയധികം വിഷമം തോന്നാറുണ്ടല്ലേ. എന്തുകൊണ്ടാണ് അവർ ഇത്രയും ചെറുപ്പത്തിലേ ഇങ്ങനെ മരണപ്പെടേണ്ട അവസ്ഥ അവർക്ക് വരുന്നത് എന്നോർത്ത് വളരെയധികം സങ്കടപ്പെടാറുണ്ട്. കാരണം അവരുടെ കർമാസ് അവിടെ വരെ മാത്രമേ അവരുടെ കർമാസ് വരുന്നുള്ളൂ. അതുകൊണ്ടാണ് അവർക്ക് ആ സമയമായി, അതിൻ്റെതായിട്ടുള്ള അവർക്ക് പോകേണ്ട സമയമാവുന്ന സാഹചര്യം ആകുമ്പോഴാണ് അങ്ങനെ അവർക്ക് മരണം സംഭവിക്കുന്നത്. അപ്പോൾ ഒരു കുടുംബത്തിലാണെങ്കിലും ചെറുപ്പക്കാരായിട്ടുള്ള അവർ മരിച്ച് ചില മാതാപിതാക്കൾ വളരെയധികം വിഷമിക്കും. എന്തുകൊണ്ടാണ് എൻ്റെ മോൻ അല്ലെങ്കിൽ എൻ്റെ മോക്ക് ഇങ്ങനെ സംഭവിച്ചെന്ന് ഓർത്ത് അവർ ഒരുപാട് വിഷമിക്കും. കാരണം അവരുടെ കർമാസ് അവിടെ അവസാനിക്കുന്ന സമയത്താണ് അവർക്ക് പോവേണ്ടി വരുന്നത്. അതുകൊണ്ട് ആ ആത്മാവിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക എന്നുള്ളത് മാത്രമേ നമുക്ക് പിന്നീട് ചെയ്യാൻ കഴിയുള്ളൂ. അപ്പം അവരുടേതായിട്ടുള്ള ആ യഥാർത്ഥ സ്ഥലത്ത് എവിടെ നിന്നാണോ വന്നത് അവിടേക്ക് അവർ തിരിച്ചു പോയിട്ടുണ്ടാവും. അവർ ഭഗവാന്റെ കൈകളിൽ സുരക്ഷിതരായിരിക്കും. അതുകൊണ്ട് അതോർത്തിട്ട് ആരും വിഷമിക്കേണ്ട ആവശ്യമില്ല. കാരണം മരണം എന്ന് പറയുന്നത്, ജനനമെന്നും മരണമെന്നും പറയുന്നത് ഒരു സത്യമായിട്ടുള്ള കാര്യമാണ് അല്ലേ. അപ്പോൾ ഈ മരണം എന്ന് പറയുന്ന ഒരു സത്യം നമ്മുടെ എല്ലാവരുടെയും മുൻപിലുള്ളപ്പോൾ, നമ്മുടെ എല്ലാവരുടെയും കൺമുൻപിൽ മരണം എന്ന് പറയുന്ന ഒരു സത്യം ഉള്ളപ്പോൾ എന്തിനാണ് ഈ മനുഷ്യര് പരസ്പരം തമ്മിൽ തല്ലുന്നത് അല്ലേ. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വിദ്വേഷങ്ങൾ വെച്ച് പുലർത്തുന്നത് അല്ലേ. അപ്പോൾ അവരുടേതായ രീതിയിൽ ഓരോരുത്തർക്കും അവരുടേതായ സ്വാതന്ത്ര്യമുണ്ട്, അവരുടേതായ രീതിയിൽ ജീവിക്കാനുള്ള അവകാശം ഉണ്ടല്ലേ. പക്ഷെ അത് ഓരോരുത്തരും എന്താ പറയാ, പല രീതിയിലുള്ള നിയമങ്ങൾ ചട്ടക്കൂടുകളിലാക്കി നമ്മളെ പല രീതിയിൽ ബന്ധിച്ചിരിക്കുകയാണ്. അതാണ് നാം എല്ലാം ഈ മായാവലയത്തിലാണ് എന്ന് പറയുന്ന സത്യം. അതുകൊണ്ടാണ്. കാരണം ഓരോരുത്തരുടെയും സ്വാതന്ത്ര്യം അല്ലെങ്കിൽ ഓരോരുത്തരുടെയും എന്താ പറയാ, അവർക്ക് അവരുടേതായിട്ടുള്ള ഇഷ്ടങ്ങളുണ്ട്. അത് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം അവർക്കുണ്ട്. പക്ഷെ അത് എല്ലാം വിലക്കുകൾ കൽപ്പിക്കുന്നു അല്ലേ. ഒരു തരത്തിൽ പറഞ്ഞാൽ ഒരു പരിധിവരെ വിലക്കുകൾ ചില കാര്യങ്ങളിൽ നല്ലതായിരിക്കാം. എന്നാൽ തന്നെയും പൂർണ്ണമായിട്ടും അത് അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുമ്പോഴാണ് നമുക്ക് വളരെയധികം വിഷമം സംഭവിക്കുന്നത് അല്ലേ. അപ്പോൾ ഈ പറയുന്ന ഓരോരോ സത്യങ്ങൾ, നമ്മുടെ ജനനം മരണം എന്നൊക്കെ പറയുന്നത് നമ്മുടെ ഭൂമിയിലുള്ള സത്യങ്ങളാണ്. അപ്പൊ ഈ ഓരോരോ സത്യങ്ങൾ നമ്മുടെ കൺമുൻപിൽ ഉണ്ടാവുന്ന സാഹചര്യത്തിൽ പോലും പരസ്പരം എന്തിനാണ് അങ്ങോട്ടും ഇങ്ങോട്ടും വിദ്വേഷങ്ങൾ വെച്ച് പുലർത്തുന്നത്. ഇപ്പോൾ നമ്മൾ പറയുകയാണ്, നമുക്ക് ഒരു സ്ഥലത്ത് ജോലിക്ക് പോകണം അല്ലെങ്കിൽ നമുക്കൊരു സ്ഥലത്ത് പോകണം എന്ന് പറയുമ്പോൾ അതിന് നമുക്ക് വിലങ്ങുതടിയായിട്ട് നിൽക്കുമ്പോൾ നമുക്കത് വളരെയധികം വിഷമമാവും. അത് ചിലപ്പോൾ നമ്മുടെ ഹസ്ബൻഡ് ആയിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മുടെ വീട്ടുകാരായിരിക്കാം, അങ്ങനെ ആയിരിക്കാം അല്ലേ. പക്ഷെ ഒരു കാര്യത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അത്രയും അച്ചടക്കത്തോടു കൂടിയും അത്രയും നമ്മളെ നല്ല രീതിയിൽ വളർത്തിയത് കൊണ്ടാണ് നമുക്ക് ആ ഒരു ക്വാളിറ്റീസ് ഉണ്ടായിട്ടുള്ളത് അല്ലേ. അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ക്വാളിറ്റി ഉണ്ടാവില്ല. നമ്മൾ എന്താ പറയുക, ഒരു ഇതും ഇല്ലാത്ത രീതിയിൽ വളർന്നു പോകും. ചില കുട്ടികൾ കണ്ടിട്ടില്ലേ, പലതരത്തിലുള്ള ദുശീലങ്ങളിൽ ചെന്ന് അകപ്പെടും, മയക്കുമരുന്ന് അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളാണ്. കാരണം അവരുടെ വീട്ടിൽ ആ ഒരു ചിട്ടയോടെ വളർത്താത്തത് കൊണ്ട്, അതിൻ്റെ പോരായ്മ കൊണ്ടാണ് അങ്ങനെയൊക്കെ തെറ്റുകളിലേക്ക് പോകുന്നത്. അപ്പം ചിട്ടയായിട്ട് കുട്ടികളെ വളർത്തുക എന്നുള്ളത് അതൊരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് അല്ലേ. അത് നമ്മളെ ചിലർ നമ്മൾ എത്ര ചിട്ടയായിട്ട് വളർത്താൻ ശ്രമിച്ചാലും അവരുടേതായ വഴിക്ക് പോകും. അങ്ങനെയുണ്ട്. അപ്പോൾ
ഏത് ഇതിലാണെങ്കിൽ തന്നെയും അതിന് അതിൻ്റെതായ ചിട്ടകളും അതിൻ്റെതായ നന്മകളും ഉണ്ട്, നല്ല കാര്യങ്ങളും ഉണ്ട്. അപ്പം അത് മനസ്സിലാക്കാന്നുള്ളതാണ്. പിന്നെ എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ മണ്ഡലകാലമാണ്. അപ്പോൾ ശബരിമലയിൽ സംബന്ധിച്ച് കുറേ വിഷയങ്ങൾ ഇവിടെ ഉണ്ടാവുന്നുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അയ്യപ്പനും വാവരും സുഹൃത്തുക്കളല്ല എന്നുള്ള രീതിയിലൊക്കെ പ്രചരിക്കുന്നുണ്ട്. പക്ഷെ അയ്യപ്പനും വാവരും സുഹൃത്തുക്കൾ തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് വ്യക്തിപരമായിട്ട് അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലും അത് അങ്ങനെയുള്ള ചർച്ചകളിൽ ഏർപ്പെട്ട് അങ്ങനെ എന്തെങ്കിലും വിദ്വേഷം മനസ്സിലുള്ളവരായിരിക്കും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറയുന്നത്, അല്ലേ? പക്ഷെ നമ്മുടെ ചരിത്രങ്ങളും നമ്മുടെ പുസ്തകങ്ങൾ എഴുതി വെച്ചിരിക്കുന്നതും ഒന്നും തിരുത്തി കുറിക്കാൻ ആർക്കും അവകാശമില്ല, അല്ലേ? അപ്പൊ അയ്യപ്പനും വാവരും എന്നും സുഹൃത്തുക്കൾ തന്നെയാണ്. കാരണം അയ്യപ്പനെ ആ യുദ്ധത്തില് വളരെ വലിയൊരു യുദ്ധം ഉണ്ടായ സമയത്ത് ആ യുദ്ധത്തിൽ സഹായിച്ച വ്യക്തിയാണ് വാവരെന്ന് പറയുന്നത്. അപ്പോൾ ആ പള്ളിയിൽ നിങ്ങൾ ശരംകുത്തി ആറ് കഴിഞ്ഞിട്ട് വാവരുടെ പള്ളിയിൽ പോകുമ്പോൾ നിങ്ങൾക്ക് നേർച്ച ഇടണമെങ്കിൽ നിങ്ങൾ അയ്യപ്പന്മാര് നേർച്ച ഇടണമെങ്കിൽ നേർച്ച ഇട്ടാൽ മതി. ഇല്ലാത്തവർ ഇടാൻ ഇഷ്ടമില്ലെങ്കിൽ ഇടണ്ട. അത് നിങ്ങളുടെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യമാണ്. അതിൽ നിങ്ങളെ ആരും കുറ്റപ്പെടുത്തില്ല. അവര് അതിനു വേണ്ടിയിട്ട് ക്യാഷ് ചോദിക്കുന്നുണ്ടെങ്കിൽ അതിനുള്ള അധികാരം ചിലപ്പോൾ ശ്രീ അയ്യപ്പൻ തന്നെ അവർക്ക് കൊടുത്തിട്ടുണ്ടാകും. കാരണം വാവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുഹൃത്താണല്ലോ. അപ്പൊ വാവരുടെ സന്തതികളാണല്ലോ അവർ. അതുകൊണ്ട് തന്നെ അവർക്ക് അതിനുള്ള അവകാശം കൊടുത്തിട്ടുള്ളത് കൊണ്ടാണ് അവരങ്ങനെ ചോദിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾ ഇടുക, ഇല്ലെങ്കിൽ നിങ്ങൾ നേർച്ച ഇടണ്ട. മനസ്സിലായോ? അപ്പൊ എന്നിട്ട് അതിന്റെ പേരില് അയ്യപ്പനും വാവരും തമ്മിൽ സുഹൃത്തുക്കളല്ല, അവര് തമ്മിൽ പിണക്കമാണ്, ശത്രുക്കളാണെന്നുള്ള രീതിയിൽ അവരും അയ്യപ്പനും വാവരും തമ്മിൽ ഒരു ബന്ധവും ഇല്ല എന്നുള്ള രീതിയിലൊക്കെ പ്രചരിക്കുന്നുണ്ട്. അത് തെറ്റായ കാര്യം തന്നെയാണ്. പിന്നെ പറയാനുള്ള കാര്യം വെച്ചാൽ ഇസ്കോൺ പോലെയൊക്കെയുള്ള വലിയ ക്ഷേത്രങ്ങളൊക്കെയാണ്. അതൊക്കെ തകർത്ത് കളഞ്ഞ ചില മുസ്ലിംസ് കുറച്ചു പേര് തകർത്തൊക്കെ കളഞ്ഞു. അപ്പൊ അതൊക്കെ തെറ്റായ കാര്യം തന്നെയാണ്. നമ്മൾ എത്രയൊക്കെ ആയിക്കഴിഞ്ഞാലും അങ്ങനെ അവരുടെ പള്ളി നമ്മൾ തകർത്തിട്ടുണ്ട്, അത് ശരിയായിരിക്കും. അതിന്റെ പ്രതികാരം എന്നോണം ക്ഷേത്രം തകർക്കാന്നൊക്കെ പറയുന്നതും ഇതാണ്. അപ്പം എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആരെയും നമുക്ക് നല്ലവരാണോ നല്ലവരല്ലോ എന്ന് പറയാൻ പറ്റില്ല. അപ്പൊ എല്ലാവരുടെ കയ്യിലും ഉണ്ടല്ലേ തെറ്റുകള്. അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരും പരസ്പരം സഹകരിച്ച് സ്നേഹാർത്ഥത്തോടെ കഴിയാന്നുള്ളതാണ്. അതിലാണ് ആ നന്മയെന്ന് പറയുന്നത്. അല്ലാതെ വെറുതെ തല്ലി അയാൾ ഇങ്ങനെ ചെയ്തു അതുകൊണ്ട് അയാളോട് ഇങ്ങനെ ചെയ്യാം, ഇയാൾ ഇങ്ങനെ ചെയ്തു അതുകൊണ്ട് ഇയാളോട് ഇങ്ങനെ ചെയ്യാന്ന് കരുതിയിട്ട് നമ്മൾ ഇരുന്നിട്ട് കാര്യമില്ല. മനസ്സിലായോ? അപ്പൊ ഓരോരുത്തരും ഓരോരോ കാര്യങ്ങളാണ്. നമുക്ക് അറിയില്ല ഏതാ ശരി ഏതാ തെറ്റ്. നമുക്ക് ആരുടെ സൈഡ് നിൽക്കാൻ പറ്റും, ആരുടെ സൈഡ് നിൽക്കാതിരിക്കാൻ പറ്റും. നമുക്ക് നന്മ ചെയ്യുന്നത് ആരാണ്, അല്ലെങ്കിൽ നമുക്ക് തിന്മ ചെയ്യുന്ന ആരാണ്, ഏത് ആൾക്കാരുടെ മനസ്സിലെന്താണ്, ഇതൊന്നും നമുക്ക് തിരിച്ചറിയാൻ കഴിയും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമുക്ക് ഒരു നല്ല മനുഷ്യരെ അല്ലെങ്കിൽ നല്ല ആൾക്കാരെ നമുക്ക് ആരെയും പ്രെഡിക്റ്റ് ചെയ്യാൻ ചെയ്യാം. അത് എല്ലാ ഇതിലും ഉണ്ട്. ഏത് മതഭാഗത്തിൽ എടുത്തു കഴിഞ്ഞാലും ഉണ്ട് നല്ലവരും കൊള്ളാത്തവരും. മനസ്സിലായോ? അപ്പൊ നമുക്ക് അറിയാൻ കഴിയില്ല ആരാണ് നല്ലവര് ആരാണ് കൊള്ളാത്തവരും നമുക്ക് അറിയാനില്ല. പക്ഷെ നമ്മൾ നിൽക്കുന്നത് നന്മയുടെ ഭാഗത്ത് നിൽക്കാന്നുള്ളത് മാത്രമേ നമുക്ക് ചെയ്യാൻ കഴിയുള്ളൂ. മനസ്സിലായോ? അല്ലാതെ നമുക്ക് ആരെയും ജഡ്ജ് ചെയ്യാനും കഴിയില്ല. നമുക്ക് ആരാണ് ശരി ആരാണ് തെറ്റ്, എന്താണ് നല്ലത് എന്താണ് ശരി എന്താണ് തെറ്റ്, ഇതൊന്നും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാനും കഴിയുകയില്ല. അപ്പോൾ ഓരോരുത്തരും നമ്മൾ നിൽക്കേണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നന്മയുടെ ഭാഗത്തേക്ക് വരിക എന്നുള്ളതാണ്. നമ്മുടെ മനസ്സ് പ്യൂറാക്കി വെക്കുക, മറ്റുള്ളവർക്ക് നന്മ വരണമെന്ന് പ്രാർത്ഥിക്കുക, നമ്മളാൽ എന്തെങ്കിലും നല്ല നന്മ ചെയ്യാൻ കഴിയുമെങ്കിൽ ചെയ്യുക, മുന്നോട്ട് പോവുക, ഭഗവാനെ പ്രാർത്ഥിക്കുക അല്ലെങ്കിൽ ഭഗവതി പ്രാർത്ഥിക്കുക, മുന്നോട്ട് പോവുക. ഇത് മാത്രമേ നമുക്ക് ചെയ്യാൻ കഴിയുള്ളൂ. മനസ്സിലായോ? അല്ലാതെ നമുക്ക് ഇതിനെക്കുറിച്ച് ജഡ്ജ് ചെയ്യാൻ നമുക്ക് ആരാണ് ശരി ആരാണ് തെറ്റ്, എന്താണ് ശരി എന്താണ് തെറ്റിയതെന്ന് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാനുള്ള യാതൊരു അവകാശവും നമുക്കില്ല. അത് നമുക്ക് അറിയില്ല. നമുക്ക് ആ ഒരു ഭാഗത്തോട് നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ നോക്കുവാണെങ്കിൽ നമുക്ക് തന്നെ ആകെ കൺഫ്യൂഷനായി പോകും. മനസ്സിലായോ? അപ്പൊ അങ്ങനെയുള്ളൊരു അവസ്ഥ നമുക്ക് ഉണ്ടാവും. അതുകൊണ്ട് എല്ലാവരും നന്മയുടെ ഭാഗത്തേക്ക് നിൽക്കുക. നന്മ അത് എവിടെയാണെങ്കിലും ആ നന്മയിൽ നിൽക്കുക എന്നുള്ളതാണ്. ഓക്കെ ഇനി നമുക്ക് ശിവപുരാണത്തിന്റെ ഭാഗം 46 വായിക്കാം. വേടന്റെ മേൽ ശ്രീ ശങ്കരന്റെ അത്ഭുത കൃപ എന്നുള്ള ഭാഗമാണ് വായിക്കാനുള്ളത്. അപ്പൊ ഞാനത് വായിക്കാം കേട്ടോ. പണ്ടൊരു ഘോരവനത്തിൽ ഒരു വേടൻ വസിച്ചിരുന്നു. ഗുരുദ്രുഹൻ എന്നായിരുന്നു അയാളുടെ പേര്. വലിയൊരു കുടുംബത്തിലെ അംഗമായിരുന്ന അയാൾ ക്രൂരനും അതിശക്തനുമായിരുന്നു. ക്രൂരകർമ്മങ്ങൾ അയാൾക്ക് വിനോദമായിരുന്നു.
വനങ്ങളിൽ പോയി മോഷണം നടത്തുക, പക്ഷി മൃഗാദികളെ കൊല്ലുക, ഇതൊക്കെയായിരുന്നു അയാളുടെ തൊഴിൽ. യുവാവായ കാലം മുതൽ യാതൊരുവിധ സൽക്കർമ്മവും അയാൾ ചെയ്തിരുന്നില്ല. അങ്ങനെയിരിക്കെ അത്യന്തം ശുഭം പ്രദാനം ചെയ്യുന്ന ഒരു ശിവരാത്രി വന്നു ചേർന്നു. കൊടുങ്കാട്ടിൽ വസിക്കുകയായിരുന്ന അയാൾക്ക് ശിവരാത്രിയുടെ മഹാത്മ്യത്തെക്കുറിച്ചോ അനുഷ്ഠിക്കേണ്ട വ്രതത്തെക്കുറിച്ചോ യാതൊരുവിധ അറിവും ഉണ്ടായിരുന്നില്ല. ആ ശിവരാത്രി ദിവസം വേടന്റെ അച്ഛനമ്മമാരും ഭാര്യയും വിശന്നു വലഞ്ഞതിനാൽ എന്തെങ്കിലും ആഹാരം കൊണ്ടുവരുവാൻ അവർ അയാളോട് ആവശ്യപ്പെട്ടു. ദയനീയമായ അവരുടെ അഭ്യർത്ഥന കേട്ട ദ്രുഹൻ വില്ലും അമ്പുകളും എടുത്തുകൊണ്ട് പുറപ്പെട്ടു. മൃഗങ്ങളെയോ പറവകളെയോ വേട്ടയാടുന്നതിന് വേണ്ടി അയാൾ കാട് മുഴുവനും ചുറ്റിക്കറങ്ങി നടന്നു. ജഗദീശന്റെ മുൻനിശ്ചയമായിരിക്കാം. ധാരാളം പക്ഷി മൃഗാദികൾ ഉള്ള ആ വനത്തിൽ ആ ദിവസം ഒന്നും അയാളുടെ ദൃഷ്ടിയിൽപ്പെട്ടില്ല. ഭാനുമാൻ അസ്തമനം പൂകി. വിശന്നു വലഞ്ഞ് അയാൾക്ക് അസഹ്യമായ സങ്കടം തോന്നി. അയാൾ ചിന്താധീനനായി. അപ്പം ഇവിടെ പറയുന്നതെന്ന് വെച്ചാൽ ഒരു ദുഷ്ടനായിട്ടുള്ള ഒരു വേടൻ ഉണ്ടായിരുന്നു. അദ്ദേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ വനങ്ങളിലൊക്കെ പോയിട്ട് മൃഗങ്ങളെയൊക്കെ വേട്ടയാടുകയും അതുപോലെ ഭക്ഷണങ്ങളൊക്കെ മോഷ്ടിക്കുകയൊക്കെ ചെയ്യുന്നൊരു വ്യക്തിയായിരുന്നു. അങ്ങനെ ഈ ആള് ഇങ്ങനെ വനത്തിലൂടെ പോകുമ്പോൾ അവിടെ മൃഗങ്ങളെയോ പറവകളെയോ ഒന്നും വേട്ടയാടാൻ അയാൾക്ക് സാധിക്കുന്നില്ല. അങ്ങനെ അയാൾ ഒരു ദിവസം വിശന്ന് വലഞ്ഞിങ്ങനെ നടക്കുകയാണ്. സൂര്യൻ അസ്തമിച്ചു. ഈ കാട്ടിലെ എല്ലായിടത്തും ഇരുട്ട് വ്യാപിക്കാൻ തുടങ്ങിയിരിക്കുന്നു. ഇനി എവിടേക്കാണ് പോകുക? ഒരു പക്ഷിയെ പോലും ഇന്ന് എനിക്ക് കാണാൻ കഴിഞ്ഞില്ല. ഞാനിനി എന്താണ് ചെയ്യുന്നത്? വീട്ടിലുള്ള അച്ഛനമ്മമാരുടെയും കുട്ടികളുടെയും ഗതി എന്താകും? ഏതു വിധത്തിലും എന്തെങ്കിലും കൈക്കലാക്കുക തന്നെ വേണം. ഇപ്രകാരം ചിന്തിച്ചുകൊണ്ട് അയാൾ ഒരു തടാക തീരത്തെത്തി. തടാകത്തിന്റെ കടവിൽ ഇറങ്ങി നിന്നുകൊണ്ട് ചിന്തിച്ചു. ശുദ്ധവും നിർമ്മലവുമായി ഈ തടാകത്തിലെ ജലം കുടിക്കാൻ ജീവികൾ തീർച്ചയായും വരാതിരിക്കില്ല. ഏത് മൃഗം വന്നാലും അതിനെ കൊന്നെടുത്ത് വീട്ടിലേക്ക് പോകാം. ഇങ്ങനെ ചിന്തിച്ച അയാൾ കൂവളത്തിലെ കൂമ്പിക്കോട്ടി ജലവും ശേഖരിച്ചുകൊണ്ട് ഒരു കൂവള വൃക്ഷത്തിന്റെ മുകളിൽ കയറി ഇരിപ്പായി. വീണ്ടും ഗുരുദ്രുഹന്റെ മനസ്സിൽ ചിന്തകൾ ഉദയം ചെയ്തു. അങ്ങനെ ഈ ഗുരുദ്രുഹൻ എന്ത് ചെയ്യുകയാണ്? ഒരു മരത്തിന്റെ മുകളിൽ കയറി ഇരിക്കുകയാണ്. എന്നിട്ട് കുറച്ച് വെള്ളവും അതുപോലെ തന്നെ കുറച്ച് പൂവൊക്കെ എടുത്തിട്ട് കൂവളത്തിലേക്ക് എടുത്തിട്ട് കൂമ്പ് കൂട്ടിയിട്ട് ജലമൊക്കെ ശേഖരിച്ചുകൊണ്ട് അങ്ങനെ ഒരു കൂവള വൃക്ഷത്തിന്റെ മുകളിൽ കയറി ഇരിക്കുകയാണ്. ആരാണ് ഈ ഗുരുദ്രുഹൻ? അപ്പോൾ ഈ ഗുരുദ്രുഹൻ ഇങ്ങനെ ഇരിക്കുന്നത് എന്തിനെന്ന് വെച്ച് കഴിഞ്ഞാല് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് അവിടേക്ക് ഏതെങ്കിലും മൃഗങ്ങൾ വരും. ആ സമയത്ത് അതിനെ വേട്ടയാടാം എന്നുള്ളൊരു ചിന്തയോടു കൂടിയാണ് ഈ ഗുരുദ്രുഹൻ ഈ കൂവള മരത്തിന്റെ മുകളിൽ കയറി ഇരിക്കുന്നത്. എപ്പോഴാണ് എന്തെങ്കിലും വരുന്നത്? വന്നാൽ തന്നെ അതിന്റെ നേർക്ക് ശരമെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. കാരണം അന്ധകാരത്തിന്റെ കാഠിന്യത്താൽ ഒന്നും കാണാൻ കഴിയാതെ ആയിരിക്കുന്നു. നിശയുടെ പ്രഥമയാമം അവസാനിക്കുന്നതിന് മുൻപ് ദാഹിച്ചു വലഞ്ഞ ഒരു പെൺമാൻ അവിടെ വന്നു. അത് കണ്ട വേടൻ മാനെന്നറിഞ്ഞപ്പോൾ വളരെ സന്തോഷിച്ചു. അതിനെ കൊല്ലാൻ വേണ്ടി അയാൾ വില്ലിൽ അമ്പ് തൊടുക്കുന്നതിനിടെ കയ്യിലിരുന്ന കൂവളത്തിലെയും വെള്ളവും ആ മരച്ചുവട്ടിൽ ഉണ്ടായിരുന്ന ശിവലിംഗത്തിന്റെ മേൽ വീണു. അപ്പോ എനിക്ക് ചെറിയ ജലദോഷം ഉണ്ട് കേട്ടോ. അപ്പൊ ഈ ഗുരുദ്രുഹൻ എന്ത് ചെയ്യുകയാണ്? അവിടെ ഒരു മാൻ വരികയാണ് ആ സമയത്ത്. അപ്പോൾ ഈ മാനിനെ വേട്ടയാടാൻ വേണ്ടിയിട്ട് ഈ ഗുരുദ്രുഹൻ എന്ത് ചെയ്യുകയാണ്? ദാഹിച്ചു വലഞ്ഞു വരികയാണ്. അപ്പൊ ഈ വെള്ളം കൊടുക്കുമ്പോൾ ആ മാൻ അവിടെ നിൽക്കുമല്ലോ. അങ്ങനെ എന്ത് ചെയ്യുകയാണ്? ഈ കൂവളത്തിലെയും വെള്ളവും എല്ലാം കൂടെ ഈ ഗുരുദ്രുഹൻ ഇങ്ങനെ അതിന് കൊടുക്കാൻ വേണ്ടി ഇങ്ങനെ താഴേക്ക് ഒഴിക്കുകയാണ്. അപ്പൊ ആ സമയത്ത് ഈ ശിവലിംഗത്തിലേക്കാണ് ഈ വെള്ളം വീഴുന്നത്. ഈ വെള്ളവും കൂവളത്തിലെയും ശിവലിംഗത്തിലേക്ക് വീഴുകയാണ്. ശിവലിംഗത്തിന്റെ മേൽ വീണു. അങ്ങനെ ശ്രീ ശങ്കരന് 1-ാം യാമത്തിലുള്ള പൂജ നടന്നു. അങ്ങനെ ശ്രീ ശങ്കര ഭഗവാൻ എന്ത് ചെയ്യുകയാണ്? 1-ാം യാമത്തിലുള്ള പൂജ നടക്കുകയാണ്. അറിയാതെ ചെയ്തതാണെങ്കിലും അതൊരു പുണ്യകർമ്മമായി തീരുകയും അങ്ങനെ വേടന്റെ പാപങ്ങളിൽ കുറെ നശിക്കുകയും ചെയ്തു. ശിവലിംഗത്തിൽ കൂവളത്തിലെയും ജലവും വീണ ശബ്ദം കേട്ട പെൺമാൻ മുകളിലേക്ക് നോക്കിയപ്പോൾ ദ്രുഹരെ കണ്ടു. അത് സങ്കടത്തോടെ ചോദിച്ചു, ഹേ ദ്രുഹ, നീ എന്താണ് ചെയ്യാൻ പോകുന്നത്? സത്യസന്ധമായി നീ കാര്യങ്ങൾ പറയണം. പെൺമാനിന്റെ ചോദ്യം പ്രത്യക്ഷത്തിൽ ആ വേടനെ അത്ഭുത പരിഭ്രാന്തനാക്കി. അല്പനേരം അയാൾക്ക് യാതൊന്നും ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല. അനന്തരം ധൈര്യം കൈവരിച്ചുകൊണ്ട് അയാൾ പറഞ്ഞു, എന്റെ വീട്ടിലുള്ളവർ പട്ടിണിയിലാണ്. പകൽ മുഴുവനും ഈ കാനനത്തിൽ മൃഗങ്ങളെ അന്വേഷിച്ച് ഞാൻ അലഞ്ഞു നടന്നു. എന്നിട്ടും ഒന്നുപോലും എന്റെ ദൃഷ്ടിയിൽപ്പെട്ടില്ല. അങ്ങനെ നിരാശനായിരിക്കുമ്പോഴാണ് നീ വെള്ളം കുടിക്കാനായി ഈ തടാകത്തിന്റെ തീരത്തേക്ക് വന്നത്. അതിനാൽ നിന്നെ കൊന്ന് മാംസം എന്റെ വീട്ടുകാർക്ക് ഭക്ഷണമാക്കാനാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത്.
വിശപ്പിന്റെ കാഠിന്യം മൂലം അവർ വല്ലാതെ വലയുകയാണ്. വേടൻ ചെയ്യാൻ പോകുന്ന ക്രൂരകൃത്യത്തെക്കുറിച്ച് അറിഞ്ഞപ്പോൾ പേടമാൻ അവന്റെ അമ്പിലേക്ക് തുറച്ചു നോക്കിക്കൊണ്ട് ചിന്തിച്ചു, ഇനിയിപ്പോൾ എന്താണ് ചെയ്യുക? ഓടി ഒളിക്കാൻ ശ്രമിച്ചാലും ഈ വേടന്റെ ശരം തന്നെ വധിക്കും. രക്ഷപ്പെടാൻ എന്തെങ്കിലും ഉപായം കണ്ടെത്തണം. ലക്ഷ്യം തെറ്റാത്ത ഇവന്റെ ശരത്തിൽ നിന്നും രക്ഷപ്പെടാൻ തക്ക തന്ത്രം കണ്ടെത്തിയേ തീരൂ. ഇപ്രകാരം ചിന്തിച്ചുകൊണ്ട് ആ പെൺമാൻ വേടനോട് പറഞ്ഞു, വേടാ, എന്റെ ഇറച്ചി ആസ്വാദ്യകരമായതിനാൽ അത് നിനക്കും കുടുംബാംഗങ്ങൾക്കും വളരെ സുഖം പ്രദാനം ചെയ്യും. നശ്വരമായ ശരീരം കൊണ്ട് ഇതിനേക്കാൾ മഹത്തായ പുണ്യകർമ്മം വേറെ എന്താണ് ചെയ്യാനുള്ളത്? ഉപകാരം ചെയ്യുന്ന ജീവിക്ക് ഈ ലോകത്ത് ലഭിക്കുന്ന പുണ്യത്തിന്റെ മഹത്വം 100 വർഷം വർണ്ണിച്ചാലും തീരാത്തവയാണ്. എന്നാൽ ഈ സമയത്ത് എന്റെ കുട്ടികളെല്ലാം എന്നെയും പ്രതീക്ഷിച്ച് ആശ്രമത്തിൽ ഇരിക്കുകയാണ്. എന്റെ സഹോദരിയുടെയും ഭർത്താവിന്റെയും കയ്യിൽ അവരെ ഏൽപ്പിച്ചിട്ട് ഞാൻ ഉടനെ മടങ്ങി വരുന്നതാണ്. ഹേ വനവാസി, ഞാൻ പറയുന്നത് കള്ളമാണെന്ന് നീ ധരിക്കരുത്. തീർച്ചയായും ഞാൻ നിന്റെ ഭക്ഷണത്തിനുള്ള ഇരയായി മടങ്ങി വരുന്നതാണ്. ഇതിൽ സംശയിക്കരുത്. സത്യത്തിന്റെ ദൃഢത മൂലമാണ് ഭൂമി ഉറച്ചു നിൽക്കുന്നത്. സത്യത്താലാണ് മഹാസമുദ്രങ്ങൾ അവയുടെ അതിര് ലംഘിക്കാതിരിക്കുന്നത്. സത്യത്തിന്റെ ശാശ്വത സംഗീതമായിട്ടാണ് നദികളിലൂടെ ശുദ്ധജലം ഒഴുകുന്നത്. സത്യത്താലാണ് അണ്ടകടാഹങ്ങൾ നിൽക്കുന്നത്. മാനിന്റെ വാക്കുകൾ വേടന് വിശ്വാസമായില്ല. തന്റെ കയ്യിൽ നിന്നും ഓടി രക്ഷപ്പെടുവാനുള്ള അടവാണ് പെൺമാൻ പ്രയോഗിക്കുന്നതെന്ന് അയാൾക്ക് തോന്നി. വേടൻ തന്റെ വാക്കുകളിൽ വിശ്വസിക്കുന്നില്ലെന്നറിഞ്ഞ പെൺമാൻ വിസ്മയഭരിതയായി വീണ്ടും ഇങ്ങനെ പറഞ്ഞു. അപ്പോ ഈ വേടനോട് ഈ മാൻ പറയുകയാണ്, എന്താണ് അങ്ങയുടെ ഉദ്ദേശം? എന്നെ വധിക്കാനാണോ അങ്ങ് നോക്കുന്നതെന്ന് ചോദിക്കുകയാണ്. അപ്പോ വേടൻ പറയുകയാണ്, ഞാൻ കുറേ നേരമായിട്ട് ഇവിടെ എല്ലാം ഇങ്ങനെ ഞാൻ അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയാണ്. എൻ്റെ കുടുംബത്തിന് ഇതുവരെയും എനിക്ക് ഭക്ഷണം കൊണ്ട് കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല. അങ്ങനെ ഞാൻ വളരെയധികം വിഷമിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. അതുകൊണ്ട് എനിക്ക് എത്രയും പെട്ടെന്ന് തന്നെ എൻ്റെ കുടുംബത്തിലുള്ളവർക്ക് ഭക്ഷണം കൊണ്ട് കൊടുത്തേ പറ്റൂ. എൻ്റെ കുഞ്ഞുങ്ങൾക്കും എൻ്റെ ഭാര്യയ്ക്കും എല്ലാം ഭക്ഷണം കൊണ്ട് കൊടുത്തേ സാധിക്കുകയുള്ളൂ എന്ന് പറയുകയാണ്. അപ്പോൾ ഈ മാൻ പറയുകയാണ്, എനിക്ക് ഇതുപോലെ തന്നെയാണ്. എൻ്റെ വീട്ടിൽ എൻ്റെ കുഞ്ഞുങ്ങള് എന്നെ കാത്തിരിക്കുകയാണ്. അതുകൊണ്ട് അവർക്കുള്ള ഭക്ഷണം എനിക്ക് കൊണ്ടു കൊടുക്കണം. അത് മാത്രമല്ല, അവരെ എനിക്ക് ആശ്വസിപ്പിച്ചിട്ട് വേണം തിരിച്ചു വരാൻ. ഞാൻ തീർച്ചയായും തിരിച്ചു വരും. ഞാൻ അവരെ കണ്ടിട്ട് തീർച്ചയായിട്ടും തിരിച്ച് നിങ്ങളുടെ ഭക്ഷണമാകാനായിട്ട് തിരിച്ചു വരുന്നതായിരിക്കും എന്ന് പറയുകയാണ്. അപ്പോഴും ഈ വേടൻ അത് വിശ്വസിക്കുന്നില്ല. മാനിന്റെ വാക്കുകൾ വേടന് വിശ്വാസമായില്ല. തന്റെ കയ്യിൽ നിന്നും ഓടി രക്ഷപ്പെടുവാനുള്ള അടവാണ് പെൺമാൻ പ്രയോഗിക്കുന്നതെന്ന് അയാൾക്ക് തോന്നി. വേടൻ തന്റെ വാക്കുകളിൽ വിശ്വസിക്കുന്നില്ലെന്ന് അറിഞ്ഞ പെൺമാൻ വിസ്മയഭരിതയായി വീണ്ടും ഇങ്ങനെ പറഞ്ഞു, ഹേ വേടാ, ഞാൻ സത്യം പാലിക്കുന്നവളാണ്. ഞാനിതാ ശപഥം ചെയ്യുന്നു. വീട്ടിൽ പോയി കുട്ടികളെ കണ്ട ശേഷം മാതൃസഹജമായ കാരുണ്യം നൽകി അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചതിനു ശേഷം ഞാൻ മടങ്ങി വരുന്നതാണ്. വാക്ക് സത്യത്തിൽ നിന്നും ഉണ്ടാകുന്നതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വേദങ്ങൾ വിൽക്കുകയും 3 നേരവും സന്ധ്യാവന്ദനം നടത്താതിരിക്കുകയും ചെയ്യുന്ന ബ്രാഹ്മണന് എന്ത് പാപം ഉണ്ടാകുമോ ആ പാപം വാക്ക് പാലിക്കാതിരുന്നാൽ എനിക്കും ഉണ്ടാകും. ഭർത്താവിന്റെ ആജ്ഞ ലംഘിച്ച് ഇഷ്ടാനുസരണം കാര്യങ്ങൾ നടത്തുന്ന ഒരു സ്ത്രീക്കുണ്ടാകുന്ന പാപം ഞാൻ നിന്നോട് പറഞ്ഞ വാക്ക് പാലിക്കാതിരുന്നാൽ ശ്രീ ശങ്കര ഭഗവാൻ എന്നെയും പാപിനിയായി ഗണിക്കുമെന്ന് ഞാൻ വ്യക്തമായും അറിയുന്നവളാണ്. ത്രൈലോക്യനാഥനും പരമ്പൊരുളുമായ ശ്രീ പരമേശ്വരനെ സ്മരിക്കാതെയും കാരുണ്യസാഗരമായ ആ മഹേശ്വരന്റെ മഹത്വം അറിയാതെ മറ്റുള്ളവരെ ദ്രോഹിക്കുന്നവർക്കും ധർമ്മം ലംഘിക്കുന്നവർക്കും ലഭിക്കുന്ന ആ പാപം വാക്ക് പാലിക്കാതിരുന്നാൽ എനിക്കും ലഭിക്കുക തന്നെ ചെയ്യും. അതിനാൽ ഈ തടാകത്തിൽ നിന്നും ശുദ്ധജലം പാനം ചെയ്തിട്ട് എന്റെ ആശ്രമത്തിൽ പോകുവാൻ താങ്കൾ എന്നെ അനുവദിക്കണം. അപ്പോ പറയുകയാണ്, എന്താണ് പറയുന്നത്? സത്യം എന്ന് പറയുന്നത് മഹത്തായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ ആ സത്യത്തെ ലംഘിക്കുക എന്ന് പറയുന്നത് മഹാപാപമാണ്. അതുകൊണ്ട് തന്നെ പറയാണ്, 3 നേരം ഭഗവാനെ പ്രാർത്ഥിക്കാത്ത ബ്രാഹ്മണന് കിട്ടുന്ന പാപം എന്തോ അത്രയും പാപം തന്നെയാണ്. എന്താണ്, നമ്മളൊരു കള്ളം പറഞ്ഞിട്ട് അത് ഒരു സത്യം പറഞ്ഞിട്ട് അത് നിറവേറ്റാതിരിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്നത് എന്ന് പറയുകയാണ്. അപ്പോ അതുകൊണ്ട് ഞാൻ തീർച്ചയായും പോയിട്ട് വരുമെന്ന് ആ മാൻ പറയുകയാണ്. ഇപ്രകാരം തത്വാധിഷ്ഠിതമായ പ്രഭാഷണം നടത്തിയ ശേഷം ആ പെൺമാൻ മൗനം ദീക്ഷിച്ചു. ആ മാൻപേട സത്യമുള്ളവളാണെന്ന ചിന്തയാണ് വേടന്റെ മനസ്സിൽ തോന്നിയത്. ക്ഷീണിതനും നിരാശനുമായിരുന്നെങ്കിലും ദ്രുഹൻ അവളോട് പറഞ്ഞു,
നിന്റെ പ്രഭാഷണം വളരെ നന്നായിരിക്കുന്നു. ആദ്യം നിന്റെ വാക്കുകൾ എനിക്ക് സംശയം ജനിപ്പിച്ചു. എങ്കിലും നീ ധർമ്മം പരിപാലിക്കുന്നവളാണെന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു. നീ നന്മയുള്ളവളാണ്. കാരണം ശ്രീ പരമേശ്വരൻ നീ ഭക്തിയുള്ളവളായതിനാൽ നിനക്ക് സത്യം ലംഘിക്കാനാവുകയില്ല. വേണ്ടുവോളം ജലം പാനം ചെയ്തിട്ട് നീ ധൈര്യമായി ആശ്രമത്തിലേക്ക് മടങ്ങുക. വേടന്റെ അനുമതി ലഭിച്ച പെൺമാൻ സന്തോഷത്തോടെ വെള്ളം കുടിച്ചിട്ട് സ്വഭവനത്തിലേക്ക് തിരിച്ചുപോയി. ഇത്രയും ആയപ്പോഴേക്കും രാത്രിയുടെ 1-ാം യാമം ഉറങ്ങാതെ കഴിക്കുവാൻ വേടന് കഴിഞ്ഞു. മരത്തിൽ നിന്നും താഴെ ഇറങ്ങിയ വേടൻ ജലപാനം ചെയ്തിട്ട് മുമ്പത്തെ പോലെ കൂവളത്തിലേയിലെ ജലവും ശേഖരിച്ചുകൊണ്ട് പഴയതുപോലെ കൂവള വൃക്ഷക്കൊമ്പിൽ കയറിയിരിപ്പായി. ആ സന്ദർഭത്തിൽ മുൻപ് പറഞ്ഞ മാൻപേടയുടെ അനുജത്തി ജലം പാനം ചെയ്യാനായി അവിടെ വന്നു ചേർന്നു. അതിനെ കണ്ട മാത്രയിൽ തന്നെ ദ്രുഹൻ വില്ലിൽ അമ്പ് ചേർത്തു. ഇപ്പോഴും കൂവളത്തിലെയും ജലവും മരച്ചുവട്ടിൽ ഉണ്ടായിരുന്ന ശിവലിംഗത്തിന്റെ മേൽ പതിച്ചു. ഇപ്രകാരം അറിയാതെയാണെങ്കിലും വേടൻ ഭഗവാൻ ശംഭുവിന് രാത്രിയുടെ 2-ാം യാമത്തിലെ പൂജയും നടത്തി. അപ്പൊ ഈ ശിവരാത്രി പൂജ തന്നെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. 2-ാം യാമത്തിലും ആ വേടൻ അങ്ങനെ പൂജ നടത്തുകയാണ്. അപ്പം ആദ്യത്തെ മാൻപേടയെ പറഞ്ഞു വിട്ടു. അതിനുശേഷം രണ്ടാമത്തെ അതിന്റെ സഹോദരിയായിട്ടുള്ള 2-ാമത്തെ മാൻപേട വന്നു. അപ്പൊ ഈ 2-ാമത്തെ മാൻപേടയെ കാണുമ്പോഴും ഈ വേടൻ എന്ത് ചെയ്യണം, മരത്തിന്റെ മുകളിൽ പോയിരുന്നിട്ട് ഈ പറയുന്ന കൂവളയിലയും വെള്ളവും ഇങ്ങനെ ഒഴിക്കുകയാണ്. അപ്പൊ അത് ശിവലിംഗത്തിൽ പോയി പതിക്കുകയാണ്. അങ്ങനെ ശിവലിംഗത്തിൽ പോയി പതിക്കുമ്പോ എന്താ 2-ാം യാമത്തിലെ ആ ശിവരാത്രി പൂജയും അവിടെ ചെയ്യുകയാണ് ഈ വേടൻ. യാദൃശികമായിട്ടാണ് ഇത് സംഭവിച്ചതെങ്കിലും വേടനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ പാപങ്ങൾ പോക്കാനുള്ള പുണ്യകർമ്മമായി തീർന്നു. അങ്ങനെ ദ്രുഹന്റെ കുറെ പാപങ്ങൾ ക്ഷമിച്ചു. അങ്ങനെ ഈ ദ്രുഹന്റെ കുറെ പാപങ്ങളെല്ലാം അങ്ങനെ നശിക്കുകയാണ്. തന്നെ വധിക്കാനാണ് വില്ലിൽ ശരം ചേർത്ത് വേടൻ നിൽക്കുന്നതെന്ന് അറിഞ്ഞ മാൻ അയാളോട് ചോദിച്ചു, നിങ്ങൾ എന്തിനു വേണ്ടിയാണ് ശരവും പൂട്ടി നിൽക്കുന്നത്? നിങ്ങൾ ചെയ്യാൻ പോകുന്നത് പാപമാണെന്ന് ഓർത്തിട്ടാണോ അതിന് ഒരുമ്പെടുന്നത്? വേടൻ പ്രതിവദിച്ചു, ഞാനിപ്പോൾ പാപത്തെക്കുറിച്ചല്ല ഓർക്കുന്നത്, മറിച്ച് വിശന്നു വലഞ്ഞ എന്റെ അച്ഛനമ്മമാർക്കും കുട്ടികൾക്കും ആഹാരത്തിനുള്ള ഇരയെ പറ്റിയാണ്. അതിനാൽ തീർച്ചയായും നിന്നെ ഞാൻ വധിച്ച് മാംസം എന്റെ വീട്ടുകാരുടെ വിശപ്പടക്കാൻ ഉപയോഗിക്കുന്നതാണ്. വേടന്റെ തീരുമാനത്തെക്കുറിച്ച് അറിഞ്ഞ് പെൺമാൻകുട്ടി അയാളോട് പറഞ്ഞു, ഹേ വേടാ, നീ ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്കുക. ഒരു മാനിന്റെ ദേഹം ധരിച്ച് സുന്ദരമായ ഈ ഭൂമിയിലെ ഫലങ്ങൾ അനുഭവിക്കാനുള്ള യോഗമുണ്ടായതിനാൽ ഞാൻ ധന്യയാണെന്നാണ് വിശ്വസിക്കുന്നത്. എന്നാൽ ഈ ശരീരവും നശ്വരമാണെന്ന് എനിക്കറിയാം. പക്ഷെ എന്റെ കുട്ടികൾ വളരെ ചെറുതാണ്. മാതൃവാത്സല്യം ഇനിയും അവർ അനുഭവിച്ച് സംതൃപ്തരായിട്ടില്ല. എങ്കിലും നിനക്ക് എന്നെ വധിച്ച് എന്റെ മാംസം ഭക്ഷണമാക്കണമെന്നാണ് ആഗ്രഹമെങ്കിൽ അതിന് യാതൊരു തടസ്സവുമില്ല. എന്നെ വധിക്കുന്നതിന് മുമ്പ് വീട്ടിലേക്ക് പോയി ആ കുട്ടികളെ എന്റെ ഭർത്താവിന്റെ കൈകളിൽ ഏൽപ്പിച്ചു കൊടുക്കാൻ അനുവാദം തരണം. ഞാൻ ഉടൻ തന്നെ മടങ്ങി വരുന്നതാണ്, വേടൻ പറഞ്ഞു. അപ്പൊ ഈ വേടൻ എന്ത് പറയുകയാണ്, എനിക്ക് ഇനിയും എൻ്റെ വീട്ടുകാർക്ക് ഇങ്ങനെ ഭക്ഷണം കൊടുത്തേ പറ്റുള്ളൂ എന്ന രീതിയിൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ മാൻകുട്ടിയോടും പറയുകയാണ്. അപ്പൊ ഈ മാൻകുട്ടിയും അതുപോലെ തന്നെ പറയുകയാണ്, എനിക്ക് എൻ്റെ വീട്ടിൽ പോയിട്ട് എൻ്റെ കുഞ്ഞുങ്ങളെ കാണണം, കണ്ടിട്ട് ഞാൻ തിരിച്ചു വരാമെന്ന് പറയുകയാണ്. അങ്ങനെ ഈ മാൻകുട്ടിയും അവിടെ നിന്ന് പോവുകയാണ്. നിന്റെ വാക്കുകൾ ഞാൻ അപ്പൊ വീണ്ടും പറയുകയാണ്. വീണ്ടും ഈ മാൻകുട്ടി അങ്ങനെ പറയുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വിശ്വസിക്കുന്നില്ല എന്നുള്ള രീതിയിൽ തന്നെ വീണ്ടും ഈ വേടൻ പറയുകയാണ്. എനിക്ക് വയ്യാഞ്ഞിട്ട് ഞാൻ വന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് അങ്ങനെ ഒരുപാട് ഇത് നീട്ടിക്കൊണ്ടോ എനിക്ക് തോന്നുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ശിവപുരാണം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാൻ ഒരുപാട് ഇങ്ങനെ നീട്ടിക്കൊണ്ട് പോവാൻ ആഗ്രഹിക്കുന്ന പോലെ എനിക്ക് തോന്നുന്നു. കാരണം ചിലപ്പോഴൊക്കെ എനിക്ക് പറയാൻ വെക്കുമ്പോൾ എനിക്ക് ചിലപ്പോൾ എന്തെങ്കിലും ജോലി തിരക്ക് കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടാവും. അപ്പം എനിക്ക് തോന്നിയത് പെട്ടെന്ന് അവസാനിപ്പിക്കേണ്ട, കാരണം എന്തൊക്കെയോ കാര്യങ്ങൾ ഇനിയും ഉണ്ട് ബാക്കി. അപ്പോൾ അതുകൊണ്ടായിരിക്കാം ഇത് പെട്ടെന്ന് അവസാനിപ്പിക്കേണ്ട എന്നുള്ളൊരു രീതിയിൽ അങ്ങനെയാണെന്ന് എനിക്ക് തോന്നുന്നു. ചിലപ്പോൾ എനിക്ക് എന്തെങ്കിലുമൊക്കെ ഇതേപോലെ ഇതുണ്ടായിട്ട് എനിക്ക് കറക്റ്റായിട്ട് വന്ന് പറയാം, അതായത് 2 ദിവസം ഇടവിട്ടാണ് ഞാൻ വന്ന് പറയാം, അതും എന്നെ കഴിയുന്നില്ല. ചിലപ്പോൾ ഒരാഴ്ച നീണ്ടു പോകുന്നുണ്ട്. അപ്പം അതെന്തെന്ന് അറിയില്ല, എന്തൊക്കെയോ കാര്യങ്ങളുണ്ട് അതില്. അപ്പം ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും മഹത്വമായിട്ടുള്ള ഗ്രന്ഥമാണ്. നമ്മളങ്ങനെ നിസ്സാരമായിട്ട് കാണേണ്ടതല്ല ശിവപുരാണം. അത് ഇതിനോടകം തന്നെ ഒരുപാട് പേർക്ക് മനസ്സിലായിട്ടുണ്ടാവും. ശിവപുരാണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും മഹത്വമായിട്ടുള്ള ഗ്രന്ഥമാണ്, അത്രയും സത്യമായിട്ടുള്ള ഗ്രന്ഥമാണെന്നുള്ള കാര്യം. അപ്പൊ അതുകൊണ്ട് ഇതിനോടകം തന്നെ ഒരുപാട് പേർക്ക് അതിന്റെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും, ഒരുപാട് പേർക്ക് അതിൽ മനസ്സിലായിട്ടുണ്ടാവാം അത് എന്താണ് അതിന്റെ മഹത്വം എന്നുള്ളത്. അപ്പൊ അങ്ങനെയൊക്കെ കുറെ കാര്യങ്ങൾ ഉണ്ട് ഇതില് കേട്ടോ.
അപ്പൊ അതുകൊണ്ട് എനിക്ക് എങ്കിലും ഞാൻ വന്നത് അതുകൊണ്ടാണ്, നമുക്ക് അത് പറഞ്ഞു കൊടുക്കാം ഭഗവാന്റെ ആ ഒരു ഇത്. പക്ഷേ ഭഗവാൻ എന്താണ് മനസ്സിൽ ചിന്തിച്ചിരിക്കുന്നതെന്ന് നമുക്കറിയില്ല. ഒരുപാട് കാര്യങ്ങളുണ്ട്, ഒരുപാട് സംഭവങ്ങൾ നടന്നു. ഇപ്പം ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ശിവപുരാണം വായിച്ചു കഴിഞ്ഞാൽ ഒരുപാട് വയസ്സായ ഇവരൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ഭഗവാനിലേക്ക് മോക്ഷം കിട്ടും, അവരൊക്കെ മരണപ്പെട്ട് മോക്ഷം കിട്ടുമെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ ഈ പരിസരത്ത് തന്നെ ഒരുപാട് വർഷങ്ങളായിട്ട് ഒരുപാട് എന്താ പറയാ കിടപ്പില കിടക്കുന്നവർ, അത്രയും ദുരിതങ്ങൾ അനുഭവിച്ചുകൊണ്ടിരുന്ന 70, 72, 80 ഒക്കെ വയസ്സായി, 90 വയസ്സായിട്ടുള്ള ഒരു അമ്മൂമ്മ പോലും മരിച്ചിട്ടില്ലായിരുന്നു. പക്ഷെ അവരൊക്കെ ഇപ്പൊ മരണപ്പെട്ടു. കുറെ പേര് മരിച്ചു, വയസ്സായവര്. പക്ഷെ അതിൽ എനിക്കൊരു സങ്കടകരമായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ കുറച്ച് ചെറുപ്പമായിട്ടുള്ള കുറച്ച് പേരൊക്കെ മരണപ്പെട്ടിട്ടുണ്ട്. അതെന്തെന്ന് അറിയില്ല, നമ്മൾ ശിവപുരാണം വായിച്ചത് കൊണ്ടാണോ എന്നറിയില്ല. പക്ഷെ ഞാൻ എൻ്റെ ഒരു മനസ്സിൽ തോന്നിയ ഒരു ഇതാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. നമുക്കറിയില്ല ഇത് വായിച്ചു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത്. ഇത് നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ബലമാണ് നമുക്ക് ഉണ്ടാവുന്നത്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് നമ്മുടെ ചുറ്റും നടക്കുന്നത്, നമ്മുടെ ഭൂമിയിൽ നടക്കുന്നത്, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് എന്തൊക്കെ നന്മയാണ് നടക്കുന്നത് എന്നുള്ള കാര്യം എനിക്കറിയില്ല. പക്ഷെ ഞാനിത് വായിച്ച് കുറെ ആയിക്കഴിഞ്ഞപ്പോഴേക്കും പല പല മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഈ അടുത്ത് തന്നെ ഇവിടെ തന്നെ അടുത്ത് തന്നെ ഒരു വീട്ടിൽ ഞാൻ ചെന്നപ്പോ എനിക്കറിയില്ല, അവിടെ ഒരു അദ്ദേഹം എന്നോട് പറഞ്ഞതെന്ന് വെച്ചാൽ അദ്ദേഹത്തിന്റെ വൈഫാണ്. അപ്പൊ കുറെ വർഷമായിട്ട് ഇങ്ങനെ കിടപ്പിൽ തന്നെ കിടക്കുമായിരുന്നു. ബെഡിൽ തന്നെ മലവും മൂത്രവും ഒക്കെ പോയി. അങ്ങനെ നോക്കാൻ വളരെയധികം ബുദ്ധിമുട്ടിരുന്നു. അദ്ദേഹം തന്നെയാണ് നോക്കിയിരുന്നത്. വളരെയധികം ബുദ്ധിമുട്ടിയിരുന്നു. 10, 65, 70 വയസ്സ്, 70 എത്രയോ വയസ്സോളം ഉണ്ടെന്ന് അങ്ങനെ എന്തോ ആണ് പറഞ്ഞ്, ഞാൻ ഓർക്കുന്നില്ല. അപ്പൊ അത്രയും വയസ്സുണ്ടായിരുന്നു, നല്ല വയസ്സുണ്ടായിരുന്നു. അപ്പൊ ഇപ്പൊ ഈ ഇടയ്ക്ക് മരണപ്പെട്ടു എന്ന് പറഞ്ഞു. പക്ഷെ സങ്കടമുണ്ട്. എന്നാലും നമുക്ക് അങ്ങനെ കിടന്ന് കഷ്ടപ്പെടുമ്പോ ആർക്കായാലും അതൊരു വിഷമം തന്നെയാണ് അല്ലേ. നമുക്ക് അങ്ങനെ എല്ലാവരും പ്രാർത്ഥിക്കുന്ന അതിനു വേണ്ടിയിട്ടായിരിക്കും. എന്തിനു വേണ്ടിയിട്ടായിരിക്കും? നമുക്ക് നല്ലൊരു മരണം കിട്ടാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് നാളിങ്ങനെ വയസ്സായി മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാതെ നമുക്ക് പോവാൻ വേണ്ടിയിട്ടായിരിക്കും എല്ലാവരും ആഗ്രഹിക്കുന്നത് അല്ലേ. അപ്പൊ അങ്ങനെ ഒരു ഇത് ഉണ്ടായിട്ടുണ്ട്. അത് വളരെയധികം അദ്ദേഹം എന്നോട് വളരെ ഇതായിട്ട് പറഞ്ഞു. അപ്പോ ഞാനൊന്നും പറഞ്ഞില്ല, കാരണം നമുക്കൊന്നും പറയാൻ കഴിയില്ല. കാരണം അദ്ദേഹത്തിന്റെ മാനസികാവസ്ഥ എന്തെന്ന് നമുക്കറിയില്ല. പക്ഷെ ഞാൻ പറയുന്നത് അങ്ങനെയല്ല, നമ്മൾ ഒരു ഇത് വെച്ച് നോക്കുമ്പോൾ നമുക്കത്, കാരണം നമുക്ക് കിടന്ന് കഷ്ടപ്പെടാതെ ഉള്ള ഒരു എന്താ പറയാ അത്രയും വയസ്സും പ്രായമൊക്കെ ആയിട്ട് കഷ്ടപ്പെടാതെ പോകുന്നത് ഒരു വലിയ കാര്യം തന്നെയാണ് അല്ലേ. പക്ഷെ എനിക്ക് വേറെ കുറച്ച് വിഷമമായിട്ടുള്ള സംഗതികൾ ഉണ്ടായിട്ടുണ്ട്. അത് ഞാൻ പറഞ്ഞത് വെച്ചാൽ കുറച്ച് ചെറുപ്പമായിട്ടുള്ളവരൊക്കെ മരിച്ചിട്ടുണ്ട്, ആക്സിഡന്റ് അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട്. അതിപ്പോ ശിവപുരാണം വായിച്ചിട്ടില്ലെങ്കിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. എന്നാലും അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക എല്ലാരും. എന്താ പറയാ, നമ്മള് പാപത്തിന്റെ ഫലം മരണമാണെന്നൊക്കെ പറയില്ലേ. അപ്പം അതുകൊണ്ട് പാപം ചെയ്യാതെ എങ്ങനെയെങ്കിലും പാപങ്ങളൊക്കെ ചെയ്യാതെ പാപങ്ങൾ കുറയ്ക്കാൻ നോക്കുക, അല്ലെങ്കിൽ ചെയ്യാതിരിക്കുക, അല്ലെങ്കിൽ ക്ഷമാപണം ചോദിക്കുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുക. അമ്പലങ്ങളിലൊക്കെ പോവുക. അപ്പം അങ്ങനെയൊക്കെ ആകുമ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള ദുർമരണങ്ങൾ അങ്ങനെയുള്ളതൊക്കെ ഒഴിവാക്കാൻ കഴിയും. അപ്പൊ അതുകൊണ്ട് എല്ലാവർക്കും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവരും നന്മയിലേക്ക് വരാനും നല്ലതിന് വേണ്ടിയിട്ടും ഈ മരണപ്പെട്ട് പോയവരുടെ ആത്മാവിന് നല്ലതിന് വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഓക്കെ, അപ്പൊ ഇനി ബാക്കി വായിക്കാട്ടോ. അങ്ങനെ വേടൻ എന്നിട്ടും വിശ്വസിക്കുന്നില്ല. ഇതിങ്ങനെ പറയുകയാണ്, ഈ മാൻപേട ഇങ്ങനെ പറയുകയാണ്, എന്നിട്ടും വേടൻ വിശ്വസിക്കുന്നില്ല. വേടന്റെ ദൃഢനിശ്ചയത്താലുള്ള വാക്കുകൾ കേട്ട ആ പെൺമാൻ അപേക്ഷഭാവത്തിൽ പറഞ്ഞു, വൈകുണ്ഠനാഥനായ വിഷ്ണു ഭഗവാനാണ് സത്യം. ഞാൻ തീർച്ചയായും മടങ്ങി വരുന്നതാണ്. ഞാൻ പറഞ്ഞതുപോലെ മടങ്ങി വരാതിരുന്നാൽ എന്റെ പുണ്യം മുഴുവനും ക്ഷയിച്ചു പോകുന്നതാണ്. വാക്ക് കൊടുത്തിട്ട് അത് പാലിക്കാതിരിക്കുന്നത് പാപമാണെന്ന് ഞാൻ അറിയുന്നു. അഗ്നിസാക്ഷിയായി പാണിഗ്രഹണം ചെയ്ത സ്ത്രീയെ വഞ്ചിച്ചുകൊണ്ട് മറ്റൊരുത്തിയുടെ അരികിൽ സുഖവാസം കാംക്ഷിച്ചു പോകുന്നവൻ വൈദിക ധർമ്മം തെറ്റിദ്ധരിച്ച് അധർമ്മം ചെയ്യുന്നവനാണ്. വിഷ്ണു ഭഗവാന്റെ ഭക്തനായി ഇരുന്നു കൊണ്ട് ശ്രീ രുദ്ര ഭഗവാനെ നിന്ദിക്കുന്നവൻ മാതാപിതാക്കൾ മരിച്ച ദിവസം ശ്രാദ്ധം തുടങ്ങിയ കർമ്മങ്ങൾ നടത്താതെ പാപം വലിച്ചു കയറ്റുകയാണ് ചെയ്യുന്നത്. ഇപ്രകാരമുള്ള പാപം വാക്ക് പാലിക്കാതെ വന്നാൽ എനിക്കും ഉണ്ടാകുന്നതാണ്. മാനിന്റെ വാക്കുകൾ വേടന്റെ മനതാരിൽ അനുകമ്പ വളർത്തി. അയാൾ
അവളോട് പറഞ്ഞു, ദാഹം തീരുവോളം ജലം കുടിച്ചിട്ട് നീ പോയി നിന്റെ കുട്ടികൾക്ക് മാതൃസഹജമായ വാത്സല്യം പകർന്നു നൽകൂ. വേടന്റെ നന്മയ്ക്കായി പ്രാർത്ഥിച്ചുകൊണ്ട് അവൾ ജലം കുടിച്ച് തൃപ്തയായി മടങ്ങിപ്പോയി. ഇത്രയും ആയപ്പോഴേക്കും ശിവരാത്രിയുടെ 2ാം യാമവും ആ വ്യാധന് ഉറങ്ങാതിരിക്കാൻ കഴിഞ്ഞു. അങ്ങനെ വീണ്ടും ഈ മാൻപേടയോട് അവസാനം സമ്മതിക്കുകയാണ്. അങ്ങനെ മാൻപേട ജലമൊക്കെ കുടിച്ചിട്ട് തന്റെ കുട്ടികളുടെ അടുത്തേക്ക് പോവുകയാണ്. അങ്ങനെ ഈ വേടൻ എന്ത് ചെയ്യുകയാണ്, ഈ 2ാം യാമത്തിൽ ഉറങ്ങാനായിട്ട് പോവുകയാണ്. ഉറങ്ങാതിരിക്കാൻ കഴിഞ്ഞു. ഉറങ്ങാനായിട്ട് പോയില്ല, ഉറങ്ങാതെ ഇരിക്കാൻ കഴിഞ്ഞു. അപ്പം ഉറക്കം ചെയ്യാതെ ഇരിക്കുന്നതും അതും ആ ശിവരാത്രി വ്രതത്തിന്റെ ഭാഗമാണല്ലോ. അങ്ങനെ ശിവരാത്രിയുടെ 3ാം യാമം ആരംഭിച്ചു. മടങ്ങി വരാമെന്ന് സത്യപ്രതിജ്ഞ ചെയ്തിട്ട് പോയ പെൺമാൻ ഇനിയും മടങ്ങി വരാത്തതിൽ പരിഭ്രാന്തനും കോപിഷ്ഠനുമായി തീർന്ന വേടൻ അതിനെ തെരഞ്ഞു നടന്നു. അങ്ങനെ നടക്കവേ മാർഗമധ്യേ അയാൾ ഒരു മാനിനെ കണ്ടു. തടിച്ചു കൊഴുത്ത ഒരു മാനായിരുന്നു അത്. അങ്ങനെ എന്താണ് ഈ മാനും പോവുകയാണ്. അപ്പൊ അതിനുശേഷം വേറൊരു മാനിനെ കാണുകയാണ്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തടിച്ചു കൊഴുത്തിട്ടുള്ള വേറൊരു മാനായിരുന്നു. അതിനെ കണ്ട വേടന് അത്യധികം സന്തോഷമുണ്ടായി. അതും ഒരു മരച്ചുവട്ടിലിരുന്ന് മാത്രമല്ല, അവിടെയും ഒരു ശിവലിംഗം ഉണ്ടായിരുന്നു. ധാരാളം കൂവളത്തിലകൾ പറിച്ചെടുത്ത് കോട്ടിയെടുത്ത അതിൽ അയാൾ ജലവും നിറച്ചുകൊണ്ട് വന്നപ്പോൾ അബദ്ധവശാലെന്ന വണ്ണം അത് താഴെ വീണു. അങ്ങനെ ശ്രീശങ്കരന്റെ 3ാം യാമത്തിലുള്ള പൂജയും കഴിഞ്ഞു. അങ്ങനെ 3ാം യാമത്തിലുള്ള പൂജയും അവിടെ നടത്തുകയാണ്. കാരണം അങ്ങനെ കൈതട്ടി വീണ്ടും ആ ശിവലിംഗത്തിലേക്ക് കൂവളത്തിലെയും വെള്ളവും വീഴുകയാണ്. അങ്ങനെ 3ാം യാമത്തിലെ പൂജയും അവിടെ കഴിയുകയാണ്. കൂവളത്തിലെയും വെള്ളവും വീഴുന്ന ശബ്ദം കേട്ട ആ തടിച്ചു കൊഴുത്ത മാൻപേട വേടനെ കണ്ടു. അയാളോട് ചോദിച്ചു, ഹേ വ്യാധ, നീ ഇവിടെ എന്തു ചെയ്യുകയാണ്? വേടൻ പറഞ്ഞു, ഞാൻ എന്റെ കുടുംബത്തിന് നിന്നെ ആഹാരമാക്കാൻ വേണ്ടി നിൽക്കുകയാണ്. ധാരാളം ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചു, ഇതുവരെ ഒന്നും തരപ്പെട്ടില്ല. ഭാഗ്യം കൊണ്ടാണ് നിന്നെ കാണാൻ കഴിഞ്ഞത്. വേടന്റെ അഭിപ്രായം അറിഞ്ഞതിന് ശേഷം ആ മാൻ പറഞ്ഞു, ഹേ വേട, നിന്റെ തീരുമാനം എന്നെ വളരെയധികം സന്തോഷിപ്പിച്ചിരിക്കുന്നു. ഞാൻ എല്ലാവിധത്തിലും ധന്യനാണ്. എനിക്ക് തടിച്ചു കൊഴുത്ത ശരീരമുണ്ടായതും ഭാഗ്യമായി. കാരണം എന്റെ ശരീരത്തിലെ മാംസം നിന്റെ കുടുംബാംഗങ്ങൾക്ക് ധാരാളം മതിയാകും. പരോപകാരത്തിന് ഉപയോഗപ്പെടാത്ത ശരീരം കൊണ്ട് എന്താണ് പ്രയോജനം? കഴിവുണ്ടായിട്ടും ആർക്കും ഉപകാരം ചെയ്യാത്തവന്റെ കഴിവ് നിഷ്ഫലമാണ്. അയാൾ പരലോകത്ത് നരകാമിയായി തീരുന്നു. എന്നാൽ ഒരു പ്രാവശ്യം എന്നെ ഭവനത്തിലേക്ക് പോകാൻ അനുവദിക്കണം. ഞാൻ എന്റെ കുട്ടികളെ അവരുടെ മാതൃഹസ്തത്തിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തിട്ട് തിരിച്ചു വരുന്നതാണ്. മാനിന്റെ അഭ്യർത്ഥന കേട്ടപ്പോൾ വേടന്റെ ഹൃദയം ദയാവായ്പിനാൽ അലിഞ്ഞു. ശിവരാത്രിയുടെ 3ാം യാമങ്ങളിലും അറിയാതെയാണെങ്കിലും ശിവലിംഗ പൂജ നടത്തിയതിനാൽ അയാളുടെ പാപശിലകൾ മുഴുവനും നശിച്ചു കഴിഞ്ഞിരുന്നു. അല്പനേരം ചിന്താധീനനായി നിന്ന ശേഷം അയാൾ പറഞ്ഞു, ഇവിടെ എന്റെ മുന്നിൽ 2 മാനുകൾ വന്നിരുന്നു. പെൺമാനുകളായിരുന്നതിനാൽ അവരുടെ കുഞ്ഞുങ്ങളെ പിതാവിന്റെ കൈകളിൽ ഏൽപ്പിച്ചിട്ട് വരാൻ അനുവദിക്കണമെന്ന് അപേക്ഷിച്ചപ്പോൾ കാരുണ്യത്തോടെ അവർക്ക് അനുവാദം കൊടുത്തു. എന്നാൽ അവർ ഇതുവരെ മടങ്ങി വന്നിട്ടില്ല. അവർ എന്നെ വഞ്ചിക്കുകയായിരുന്നു. ഹേ മൃഗമേ, നീയും സന്താനങ്ങളെ ഓർത്ത് ദുഃഖിക്കുകയാണ്. എന്റെ ശരീരത്തിൽ നിന്നും രക്ഷപ്പെടുവാൻ വേണ്ടി നീയും കള്ളം പറയുകയാണ്. എന്നെ ചതിക്കാനായാണ് നീയും ഒരുമ്പെടുന്നത്. ഇങ്ങനെയാണെങ്കിൽ എന്റെ ജീവസംരക്ഷണം എങ്ങനെയാണ് നടക്കുക? മാൻ മറുപടി പറഞ്ഞു, ഹേ വേട, ഞാൻ പറയുന്നത് ശ്രദ്ധയോടെ കേൾക്കുക. ഞാനൊരു സത്യവാദിയാണ്. സകല ചരാചരങ്ങളുടെയും നിലനിൽപ്പിന് ആധാരമായ ഈ ബ്രഹ്മാണ്ടം സത്യത്തിന്റെ പവിത്രത കൊണ്ടാണ് നിലകൊള്ളുന്നത്. ആരുടെ വാക്കാണോ അസത്യമാകുന്നത് അയാളുടെ പുണ്യം ഉടനെ നശിക്കുന്നതാണ്. എന്നാൽ സത്യത്തിലും ധർമ്മത്തിലും അധിഷ്ഠിതമായ എന്റെ ശബ്ദം നീ കേൾക്കുക. സന്ധ്യാസമയത്ത് മൈഥുനം നടത്തുന്നവനും ശിവരാത്രി ദിവസം ആഹാരം കഴിക്കുന്നവനും ഉണ്ടാകുന്ന പാപം ഞാൻ വാക്ക് ലംഘിച്ചാൽ എനിക്കും ഉണ്ടാകട്ടെ. കള്ളസാക്ഷി പറയുന്നവനും സൂക്ഷിക്കാൻ ഏൽപ്പിച്ച മുതൽ തട്ടിയെടുക്കുന്നവനും ഉണ്ടാകുന്ന പാപം എന്റെ വാക്ക് പാലിക്കാതിരുന്നാൽ എന്നിൽ വന്നു ചേരട്ടെ. സന്ധ്യാവന്ദനം ചെയ്യാത്ത ബ്രാഹ്മണന് വന്നു ചേരുന്ന പാപം എനിക്കും ഉണ്ടാകട്ടെ. ഒരിക്കലും ശിവനാമം ഉച്ചരിക്കാത്തവനും വേണ്ടുവോളം ധനമുണ്ടായിട്ട് അന്യർക്ക് ഉപകാരം ചെയ്യാത്തവനും ഭക്ഷിക്കാൻ പാടില്ലാത്തത് അനുഭവിക്കുന്നവനും ഉണ്ടാകുന്ന പാപം തിരിച്ചു വരാതിരുന്നാൽ എനിക്കും അനുഭവിക്കാൻ ഇടവരട്ടെ. മാനിന്റെ പ്രസ്താവനയിൽ അലിവ് തോന്നിയ വേടൻ പറഞ്ഞു, നീ സത്യം പാലിക്കുന്നവനാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ധൈര്യസമേതം ദാഹം തീരുവോളം ജലം പാനം ചെയ്തിട്ട് പോകൂ. പക്ഷെ അധികം വൈകാതെ മടങ്ങി വരണം. മാൻ ജലം കുടിച്ചിട്ട് അവിടെ നിന്നും പോയി. മാനുകളെല്ലാം അവരുടെ ആശ്രമത്തിൽ ഒത്തുകൂടി. 3 പേരും മടങ്ങിച്ചെല്ലാമെന്ന് വേടനോട് സത്യപ്രതിജ്ഞ ചെയ്തവരാണ്. സത്യലംഘനം നടത്തുന്നത് പാപമാണെന്ന് അവർക്ക് പൂർണ്ണ ബോധ്യവും ഉണ്ടായിരുന്നു. അതിനാൽ മടങ്ങിപ്പോകാൻ തന്നെ അവർ തീരുമാനിച്ചു. അങ്ങനെ കുട്ടികളെ മാതാപിതാക്കളെ ഏൽപ്പിച്ചിട്ട് അവരെ സമാധാനിപ്പിക്കുകയും ചെയ്തിട്ട് 3 പേരും വേടന്റെ അടുത്തേക്ക് പോകാനൊരുങ്ങി. മൂത്ത പെൺമാൻ ഭർത്താവിനോട് പറഞ്ഞു, സ്വാമി,
അങ്ങില്ലാതെ കുട്ടികൾ എങ്ങനെ ജീവിക്കും? നമ്മൾ രണ്ടുപേരും ആ വേടന്റെ ശരീരത്തിന് ഇരകളായാൽ നമ്മുടെ പിഞ്ചു കുട്ടികൾക്ക് ആരാണ് ആശ്രയമായിട്ടുള്ളത്? അതിനാൽ ആദ്യം വേടനോട് ശബ്ദം ചെയ്തത് ഞാനാണ്. ഞാൻ തന്നെ പോകാം, അയാളുടെ അടുത്തേക്ക് പോകാം. അയാളുടെ കുടുംബത്തിന് ഭക്ഷിക്കാനുള്ള മാംസം എന്റെ ശരീരത്തിലുണ്ട്. അതുകൊണ്ട് ഞാൻ മാത്രം പോയാൽ മതിയാകും. അങ്ങും എന്റെ അനുജത്തെയും ഈ ആശ്രമത്തിൽ കുട്ടികളെയും സംരക്ഷിച്ച് സന്തോഷത്തോടെ കഴിയണം. ഇത് കേട്ട ചെറിയ മാൻ പറഞ്ഞു, ചേച്ചി, ഞാൻ നിങ്ങളുടെ ദാസിയാണ്. മാതൃസ്ഥാനത്തിരിക്കുന്ന ചേച്ചിക്ക് കുഞ്ഞുങ്ങളെ ശ്രദ്ധയോടും വാത്സല്യത്തോടും സംരക്ഷിക്കാനാകും. അതിനാൽ ഞാൻ വേടന്റെ അടുത്തേക്ക് പോകാം, നിങ്ങൾ ഇവിടെ വസിക്കുക. ഈ അഭിപ്രായം കേട്ട കലമാൻ പറഞ്ഞു, നിങ്ങൾ രണ്ടുപേരും സഹോദരിമാരാണ്. ഒരു മാതാവിന് മാത്രമേ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കാൻ കഴിവുള്ളതുപോലെ ഒരു പിതാവിനെ കൊണ്ടാവില്ല. അതിനാൽ ഞാൻ വേടന്റെ അടുത്തേക്ക് പോകുന്നതാണ്. സ്ത്രീകളായ നിങ്ങളെ വേടന് ഭക്ഷണമായി എറിഞ്ഞു കൊടുത്തിട്ട് ഞാൻ ഇവിടെ സുഖമായി വസിക്കുന്നത് ഒരിക്കലും ഉചിതമല്ല. അതിനാൽ ഞാൻ തന്നെ പോകണം. ഭർത്താവിന്റെ വാക്കുകൾ സ്വധർമ്മമാണെന്നറിഞ്ഞ പെൺമാൻ സമ്മതിച്ചുകൊണ്ട് പ്രേമപൂർവ്വം പറഞ്ഞു, പ്രാണനാഥ, ഭർത്താവില്ലാത്ത ഞങ്ങളുടെ ജീവിതം കഷ്ടമാണ്. മാത്രമല്ല ഭർത്താവിന്റെ ആപത്തിൽ പങ്കാളിയാകുക എന്നുള്ളത് സതീധർമ്മവുമാണ്. അതിനാൽ നാം മൂവരും വേടന്റെ അടുത്തേക്ക് പോകുന്നതാണ് ഉത്തമം. അങ്ങനെ കുട്ടികളെ അയൽക്കാരുടെ കൈകളിൽ ഏൽപ്പിച്ച ശേഷം അവർ വേട ശിരോമണി കാത്തിരിക്കുന്ന ദിക്കിലേക്ക് പോയി. അങ്ങനെ പിന്നെയും ഒരു മാൻകുട്ടി വരികയാണല്ലോ. ആ മാനിനോടും ഇങ്ങനെ പറയുകയാണ്. അവസാനം ആ മാനും ഇതുപോലെ സത്യം ലംഘിച്ചു കഴിഞ്ഞാൽ തെറ്റാണെന്നുള്ള രീതിയിൽ പറഞ്ഞിട്ട് ആ മാനും വീണ്ടും പോവുകയാണ്. എവിടേക്ക് പോവുകയാണ്? ആ കുട്ടികളുടെ അടുത്തേക്ക് പോവുകയാണ്. എന്നിട്ട് അവസാനം ഇവര് 3 പേര്, ഒരു കുടുംബത്തിൽ തന്നെയുള്ള ഭാര്യയും ഭർത്താവും സഹോദരിയുമാണ് ഈ മാനുകൾ എന്ന് പറയുന്നത്. അങ്ങനെ അവസാനം ഇവര് 3 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും പറയാണ്, ഞാൻ പോകാം എന്നുള്ള രീതിയിൽ പറയുകയാണ്. അവസാനം ഇവര് 3 പേരും കൂടി ഒരുമിച്ച് ആ വേടന്റെ അടുത്തേക്ക് ഭക്ഷണമാകാൻ വേണ്ടി വേടന്റെ അടുത്തേക്ക് പോവുകയാണ്. അച്ഛനമ്മമാരുടെ പിന്നാലെ കരഞ്ഞുകൊണ്ട് കുട്ടികൾ ഓടിച്ചെന്നു. അച്ഛനമ്മമാരുടെ സ്ഥിതി തന്നെയാണ് ഞങ്ങൾക്കും അഭികാമ്യം എന്നറിഞ്ഞ അവർ മാതാപിതാക്കളോടൊപ്പം വേടന്റെ അടുത്തേക്ക് പോയി. കുടുംബസമേതം തന്റെ ശരങ്ങൾക്ക് ഇരയാകുവാൻ വരുന്ന മാനുകളെ കണ്ടപ്പോൾ വേടന്റെ അകതാരിൽ ആനന്ദം അലയടച്ചു. പുടുന്നനെ അയാൾ ശരം തൊടുത്ത് തയ്യാറായി നിലകൊണ്ടു. അപ്പോഴും അയാളുടെ കൈവശമിരുന്ന കൂവളത്തിലെയും ജലവും ശിവലിംഗത്തിൽ പതിച്ചു. അതോടെ ശിവനുള്ള 4-ാം യാമത്തിലെ പൂജയും ഐശ്വര്യമായി തീർന്നു. അങ്ങനെ വേടന്റെ മുഴുവൻ പാപങ്ങളും നശിച്ചു. ഈ അവസരത്തിൽ 2 പെൺമാനുകളും വേടനോട് പറഞ്ഞു, ഹേ വേട, ഞങ്ങൾ 3 പേരും മടങ്ങി വരുമെന്ന് ശബ്ദം ചെയ്തിട്ടാണ് പോയത്. കുട്ടികളെ അനാഥരാക്കിയിട്ട് ഞങ്ങൾ മരിച്ചാൽ അവർ ഞങ്ങളെ ശപിക്കും. അതിനാൽ കുടുംബസമേതം ഞങ്ങൾ നിന്റെ ശരങ്ങൾക്ക് ഇരയാകുവാൻ വന്നിരിക്കുകയാണ്. ഇനി ഒട്ടും വൈകാതെ ഞങ്ങളെ വധിച്ച് മാംസം നിന്റെ കുടുംബത്തിന് ഭക്ഷണമാക്കാവുന്നതാണ്. ഞങ്ങൾ വാക്ക് പാലിക്കുന്ന സത്യസന്ധരാണെന്ന് നിനക്ക് മനസ്സിലായി കാണുമല്ലോ. അങ്ങനെ ഈ വേടൻ എന്ത് ചെയ്യണം? വീണ്ടും ആ 4-ാം യാമത്തിലുള്ള ആ 4-ാമത്തെ പൂജയും ഇതുപോലെ എന്ത് ചെയ്യണ, വേടന്റെ കയ്യിലിരിക്കുന്ന വെള്ളവും കൂവളത്തിലെയും ആ ശിവലിംഗത്തിൽ വീഴുകയാണ്. അങ്ങനെ 4-ാം യാമത്തിലെ പൂജയും ആ വേടൻ പൂർത്തിയാക്കുകയാണ്. അങ്ങനെ വേടൻ എന്ത് ലഭിക്കുകയാണ്? തന്റെ പാപത്തിൽ നിന്ന്, സകല പാപത്തിൽ നിന്നുള്ള മോചനം ലഭിക്കുകയാണ് വേടന്. അങ്ങനെ ഈ മാനുകൾ 3 പേരും വേടന്റെ അടുത്തേക്ക് വരികയാണ്. എന്നിട്ട് വേടനോട് പറയുകയാണ്, ഇനി ഒട്ടും വൈകാതെ ഞങ്ങളെ വധിച്ചിട്ട് മാംസം നിന്റെ കുടുംബത്തിന് ഭക്ഷണമാക്കാവുന്നതാണ്. ഞങ്ങൾ വാക്ക് പാലിക്കുന്ന സത്യസന്ധരാണെന്ന് നിനക്ക് മനസ്സിലായി കാണുമല്ലോ എന്ന് പറയുകയാണ്. മാനുകളുടെ സത്യനിഷ്ഠയിൽ മതിപ്പും ആദരവും തോന്നിയ വേടൻ വിസ്മയഭരിതനായി. ശിവപൂജയുടെ ആ വ്യാധന് ദുർലഭമായ ജ്ഞാനം ലഭിച്ചിരിക്കുന്നു. അവൻ മരണം കാത്തു നിൽക്കുന്ന മാനുകളെ ബഹുമാന പുരസ്സരം നോക്കി നിന്നു. ഈ സന്ദർഭത്തിൽ അവന്റെ അകതാരിൽ ധർമ്മത്തിൽ അധിഷ്ഠിതമായ ചിന്താമലരുകൾ ഇതൾ വിടർത്തി. ഈ മാനുകൾ അറിവില്ലാത്ത മൃഗങ്ങളാണെങ്കിലും ധന്യരും സത്യം പരിപാലിക്കുന്നവരുമാണ്. ഇവർ എല്ലാ അർത്ഥത്തിലും ആദരണീയരാണ്. എനിക്ക് ഇടയ്ക്ക് ഇങ്ങനെ വരാറുണ്ട് ചിലപ്പോൾ. കാരണം സ്വന്തം ശരീരം കൊണ്ട് പരോപകാരം ചെയ്യുന്നതിലൂടെ പരബ്രഹ്മ നിശ്ചയം നടപ്പിലാക്കുന്നവരാണ്. ഞാൻ മനുഷ്യനായി ജന്മം എടുത്തിട്ടും പുരുഷാർത്ഥങ്ങളൊന്നും ഇന്ന് വരെ നേടിയിട്ടില്ല. അന്യരുടെ ആത്മാവിനെ ശരീരത്തിൽ നിന്നും അകറ്റിയിട്ട് ആ മാംസം കൊണ്ട് ശരീരം പരിപോഷിപ്പിക്കുവാനേ എനിക്ക് സാധിച്ചിട്ടുള്ളൂ. നിത്യവും പലതരത്തിലുള്ള പാപകർമ്മങ്ങളുടെ കുടുംബം സംരക്ഷിക്കുന്ന എന്നേക്കാൾ എത്രയോ ശ്രേഷ്ഠരാണ് നിഷ്കളങ്കരായ ഈ മൃഗങ്ങൾ.
ഈശ്വര, ശ്രീ ശങ്കര, പാപങ്ങൾ മാത്രം ജീവവ്രതമാക്കിയ എനിക്ക് എന്ത് ഗതിയാണ് ഉണ്ടാകാൻ പോകുന്നത്? അറിവുണ്ടായ കാലം മുതൽ ഇന്ന് വരെ ഞാൻ പാപകർമ്മങ്ങൾ മാത്രമേ ചെയ്തിട്ടുള്ളൂ. എന്റെ മാനവ ജീവിതം നിരർത്ഥകമായിരിക്കുന്നു. നിത്യവും അവഹേളനാത്മകമായ ജീവിതം നയിച്ചു പോന്ന എനിക്ക് ഉണ്ടാകാൻ പോകുന്ന വിധി എന്തായിരിക്കും? ഇനിയും ഞാൻ സത്യസന്ധരും ധർമ്മിഷ്ഠരുമായ ഈ മാനുകളെയും കുഞ്ഞുങ്ങളെയും വധിച്ചാൽ ഈ ഘോര പാപത്തിന്റെ ഫലം അത്യന്തം ഭീകരമായിരിക്കും. ഹോ, ഇത്രയും കാലം എന്റെ മനസ്സിൽ ഇതൊന്നും തോന്നാതിരുന്നത് വലിയ കഷ്ടമായി പോയി. ഇപ്രകാരം ചിന്തിച്ച വേടൻ വില്ലിൽ തൊടുത്തിരുന്ന ശരം പിൻവലിച്ചു. അനന്തരം വളരെ സ്നേഹപൂർണമായും കുറ്റബോധത്തോടും കൂടിയ മനസ്സോടെ മാനുകളോട് പറഞ്ഞു: ഹേ മാനുകളെ, നിങ്ങൾ ശ്രേഷ്ഠരാണ്. നിങ്ങളിൽ ശങ്കരകൃപ വേണ്ടുവോളമുണ്ട്. പ്രപഞ്ചത്തിന്റെ നിലനിൽപ്പിന് ആധാരമായ സത്യപ്രകാശം നിങ്ങളുടെ മനസ്സിൽ തെളിഞ്ഞു നിൽക്കുന്നു. അതിനാൽ നിങ്ങൾ പറഞ്ഞ വാക്ക് പാലിച്ച് എന്റെ അരികിൽ വന്നിരിക്കുന്നു. നിങ്ങൾ എന്നോട് പൊറുക്കണം. എന്നിട്ട് എന്റെ പാപകൃത്യമോർത്ത് ശപിക്കാതെ നിങ്ങൾ പൊയ്ക്കൊള്ളുക. എന്റെ വാക്കുകൾ നിങ്ങളുടെ മനസ്സിനെ വല്ലാതെ ഭീതിതമാക്കിയിട്ടുണ്ടെന്ന് ഞാൻ ഇപ്പോൾ അറിയുന്നു. നിങ്ങൾക്കുള്ള ജ്ഞാനം പോലും മനുഷ്യനായി പിറന്നിട്ട് എനിക്ക് ഇല്ലാതെ പോയി. വേടന്റെ പശ്ചാത്താപ വിവശമായ വാക്കുകൾ കേട്ട മാനുകളുടെ മനസ്സിൽ സന്തോഷം അലയടിച്ചു. ഈ സന്ദർഭത്തിൽ തികച്ചും അപ്രതീക്ഷിതമായി പരബ്രഹ്മ സ്വരൂപനായ ഭഗവാൻ ശ്രീ പരമേശ്വരൻ അവിടെ പ്രത്യക്ഷപ്പെട്ടു. അപ്പം ഈ മാനുകളോട് അവസാനം ഈ വേടൻ ക്ഷമിക്കുകയാണ്. ആ ക്ഷമിക്കുന്നൊരിതാണ്. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് വയ്യ തീരെ. എന്നിട്ടും ഞാൻ വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് സത്യമായിട്ട് ഞാൻ ശിവപുരാണം പെട്ടെന്ന് തീർക്കാന്ന് കരുതിയിട്ടാണ് ഞാൻ വന്നത്. കാരണം ഒരുപാട്, ഞാൻ പറഞ്ഞല്ലോ, ഒരുപാട് മരണങ്ങൾ ഇവിടെ സംഭവിച്ചു കഴിഞ്ഞു. ഇപ്പോ തന്നെ വയസ്സായവർ ഒരുപാട് പേര് മരിച്ചു. അത് എനിക്കും ഇവിടെ അടുത്തുള്ളവർ തന്നെ ഒരുപാട് പേര് ഇവിടെ തന്നെയുള്ള ഈ സ്ഥലത്ത് ഈ ഏരിയ മാത്രമല്ല ഒരുപാട് വയസ്സായവർ മരണപ്പെട്ടു. പക്ഷേ അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ പറഞ്ഞല്ലോ, കുറച്ച് ചെറുപ്പക്കാരും കൂടി മരണപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അത് ഭഗവാനും അറിയാവുന്ന കാര്യമാണ്. ഞാനത് മറച്ചു വെക്കേണ്ട ആവശ്യമില്ലല്ലോ. പക്ഷെ എനിക്കറിയില്ല, നമുക്ക് ശിവപുരാണം വായിക്കുമ്പോൾ എന്തൊക്കെ മാറ്റങ്ങളാണ് ഉണ്ടാവുന്നതെന്ന് നമുക്കറിയില്ല. അപ്പൊ ചിലർ വിചാരിക്കുന്നത് ശിവപുരാണം വായിച്ചു കഴിഞ്ഞതുകൊണ്ടാണോ ഇങ്ങനെ സംഭവിച്ചത്? അങ്ങനെയൊന്നുമല്ല. വായിച്ചില്ലെങ്കിലും ഒരാൾക്ക് എന്താണ് സംഭവിക്കാനുള്ളത് അത് നടക്കുക തന്നെ ചെയ്യും. എന്നാലും എനിക്കൊരു ചെറിയ ഡൗട്ട് പോലെ തോന്നി. എനിക്കറിയില്ലായിരുന്നല്ലോ. ഞാനിത് വായിക്കുമ്പോൾ ഞാൻ വേറെ ഒന്നും വിചാരിച്ചിട്ടില്ല. പക്ഷെ ഓരോരുത്തരുടെ ടൈം ആകുമ്പോൾ അവർക്ക് ഇത് ഉണ്ടാവുന്ന പാപകർമ്മത്തിന്റെ ഫലങ്ങൾ അല്ലെങ്കിൽ അവരുടെ ടൈം ആവുന്ന ആ സാഹചര്യമാണ് അതെന്ന് പറയുന്നത്. പക്ഷെ പണ്ട് പറയുക, നമ്മള് കാലനില്ലാത്ത കാലം എന്ന് പറയുന്നത് ശിവഭഗവാനെ കുറിച്ച് ചിന്തിക്കാതിരിക്കുന്ന സമയത്ത് ഓരോരുത്തർക്ക് മരണം സംഭവിക്കാതിരിക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അപ്പൊ ഇപ്പൊ ശിവപുരാണം പറയുമ്പോഴാണ് അവർക്ക് ആ മോക്ഷത്തിലേക്ക് അവർ പോകുന്നത്. തീർച്ചയായിട്ടും ഈ മരണപ്പെട്ടവരെല്ലാവര് വയസ്സായവരായാലും ചെറുപ്പമായിട്ടുള്ളവരായാലും ശരി തന്നെ അവര് തീർച്ചയായിട്ടും ഭഗവാന്റെ ശിവസന്നിധിയിലേക്ക് തന്നെയായിരിക്കും അവർ എത്തപ്പെട്ടിട്ടുള്ളത്. അത് 100% ഷുവർ ആയിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് അതോർത്തിട്ട് ആരും വിഷമിക്കേണ്ട ആവശ്യമില്ല എന്നാണ് പറയാനുള്ളത്. അങ്ങനെ എനിക്ക് പറയാൻ കഴിയില്ല, വിഷമിക്കരുതെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അതാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. മരണം എന്ന് പറയുന്ന ഒരു സത്യമായിട്ടുള്ള കാര്യമാണ്. അപ്പൊ ഞാൻ കരുതിച്ചാല് ഇത് നമുക്ക് ശിവപുരാണം തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് പൂർത്തിയാക്കാൻ നമുക്ക് പോവാനും സാധിക്കില്ല. അത് പൂർത്തിയാക്കുക തന്നെ വേണം. അത് ഭഗവാൻ നിശ്ചയമാണ്. അപ്പൊ അത് ഞാൻ സത്യം പറഞ്ഞാൽ പെട്ടെന്ന് പൂർത്തിയാക്കാൻ വേണ്ടിയിട്ടാണ്. എനിക്ക് മനസ്സിൽ കുറച്ച് ഭയം ഉണ്ടായി. എന്ന് വെച്ച് കഴിഞ്ഞാല് വയസ്സായവര് അത് ഓക്കെയാണ്. കാരണം ഒരുപാട് പ്രായം ചെന്നവര് 60 വയസ്സ് 70 വയസ്സ് 80 വയസ്സൊക്കെ കഴിഞ്ഞവര് മരണപ്പെടുന്ന അത് നമുക്ക് അവര് കടന്ന് കഷ്ടപ്പെടാതെ അത് ഭഗവത് സന്നിധിയിലേക്ക് പോകുന്നത് നമുക്ക് കുഴപ്പമില്ല. നമുക്കത് ഇതായിട്ടുള്ള കാര്യമാണ്. പക്ഷെ കുറച്ച് ചെറുപ്പമായിട്ടുള്ളവര് പോയപ്പം അത് എനിക്ക് വളരെയധികം എൻ്റെ മനസ്സിൽ ആ ഒരു ഒരു ഭയവും എനിക്കൊരു പേടി ജനിപ്പിച്ചു. കാരണം ഞാൻ ഇത് പറയുന്നു എന്ന് വെച്ചാൽ എനിക്കറിയില്ലല്ലോ ആർക്കാണ് ആർക്കാണ് നല്ലതുണ്ടാവുന്ന, ആർക്കാണ് മോശം ഉണ്ടാവുന്ന, നമുക്കിതൊന്നും അറിയില്ലല്ലോ. നമ്മൾ ഭഗവാൻ മനസ്സിൽ തോന്നിക്കുന്നു, നമ്മൾ ആ ശിവപുരാണം പറയുന്നു എന്നുള്ളതാണ്. മനസ്സിലായോ? അത് വായിച്ച് നമ്മൾ പറയുന്നു എന്നുള്ളതാണ്. അത് നമുക്ക് എല്ലാവരെയും നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ പറയുന്നത്. പക്ഷെ അങ്ങനെ വരുമ്പോഴത്തേക്ക്
ഇതിൽ കുറച്ച് ഇങ്ങനെയുള്ള ഇത് ഉണ്ടാവും മനസ്സിലായോ? അപ്പൊ അതുകൊണ്ട് എനിക്ക് ഇത് പെട്ടെന്ന് തീർക്കണം. എനിക്ക് ഇങ്ങനെ ഓരോ ഇത് കേട്ടപ്പോൾ ഇന്നലെ തന്നെ ചേട്ടൻ ഒരു 3 സംഭവങ്ങൾ ഇങ്ങനെ പറഞ്ഞു. 3 പയ്യന്മാരുടെ കാര്യമാണ് മരണപ്പെട്ട. അത് എന്നോട് ഇങ്ങനെ പറഞ്ഞു. അപ്പൊ എനിക്ക് ഒരു ഡൗട്ട് പോലെ തോന്നി. കാരണം എനിക്ക് പെട്ടെന്ന് ഒറ്റയടിക്ക് ഇങ്ങനെ ഒരു 3 കാര്യം കേട്ടപ്പോ എനിക്ക് കുറച്ച് ഡൗട്ട് തോന്നി. അപ്പൊ അവരുടെ അതായത് പാപം നമ്മൾ ഇപ്പൊ ബൈബിളിലായാലും പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ പാപം വർദ്ധിക്കുമ്പോഴാണ്, പാപം ഉണ്ടാകുമ്പോഴാണ് മരണം സംഭവിക്കുക. അതായത് അങ്ങനെ ഉള്ളതുണ്ട്. പിന്നെ നമുക്ക് സമയം അടുത്തിരിക്കുകയാണെങ്കിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എനിക്ക് ഒരു ഭയം തോന്നി. കാരണം അപ്പം നമ്മൾ മനസ്സിലാക്കുക, ശിവപുരാണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും എന്താ പറയാ, നമ്മൾ അത്രയും ഇതാണ്, എന്താ പവർഫുൾ ആണ്. മനസ്സിലായോ? അത്രയും പവർഫുൾ ആണ്. നമ്മൾ മറ്റുള്ള ഗ്രന്ഥങ്ങളൊക്കെ വായിക്കുന്ന പോലെ അല്ല, നമുക്ക് അത്രയും പവർഫുൾ ആണെന്നുള്ള എനിക്ക് മനസ്സിലായിട്ടുള്ള കാര്യമാണ്. മറ്റുള്ള ഗ്രന്ഥങ്ങളും പവർഫുൾ ആണ്, എന്നാൽ കൂടി ഇതിൽ ഇങ്ങനെ ഒരു കാര്യം, അതായത് ഭഗവാൻ ശിവനാണ്. ശിവൻ ഒരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ തീരുമാനിച്ചു തന്നെയാണ്. അതിൽ ഭഗവാൻ പിന്നെ ഒരു മാറ്റം ഇല്ല. മനസ്സിലായോ? മറ്റുള്ള ഇതുപോലെയല്ല. ഭഗവാൻ ഒരു കാര്യം അത് നടക്കണം എന്ന് ഭഗവാൻ അതൊരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ അത് ഏതിലായാലും ഭഗവാൻ അത് നടത്തും എന്നുള്ള, അത് സത്യമായിട്ടുള്ള. അപ്പം അതുകൊണ്ട് ആ ഒരു ഇതുണ്ട്. അപ്പം അങ്ങനെ വന്നപ്പോൾ എനിക്ക് പെട്ടെന്ന് തന്നെ ഈ ശിവപുരാണം തീർക്കണമെന്നൊരിത് എനിക്കറിയില്ല. ഇങ്ങനെ ഞാൻ പറയുന്ന പോലും എനിക്ക് തെറ്റാണോ എന്ന് എനിക്കറിയില്ല. പക്ഷേ എനിക്ക് എനിക്ക് കുറേ വിഷമം ഉണ്ടായി. കാരണം നമ്മൾ കാരണം അങ്ങനെ ഒരു ഇത് ഉണ്ടാവാൻ പാടില്ല. പക്ഷെ എനിക്കറിയില്ലായിരുന്നു. പക്ഷെ എൻ്റെ ഒരു ഡൗട്ടാണ്, എനിക്കറിയില്ല ഇത് ചിലപ്പോൾ ഞാൻ ശിവപുരാണം വായിച്ചതുകൊണ്ടാണോ ഇങ്ങനെ സംഭവിച്ചതെന്ന് എനിക്കറിയില്ല, അതോ അതിൻ്റെതായ സമയം ആയതുകൊണ്ടാണോ അങ്ങനെ സംഭവിച്ചതെന്ന് എനിക്കറിയില്ല. പക്ഷെ എൻ്റെ മനസ്സിൽ ചെറിയൊരു ഡൗട്ട് തോന്നി, എനിക്കൊരു സംശയം പോലെ എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞാനിത് പെട്ടെന്ന് പൂർത്തിയാക്കണമെന്നുള്ളൊരു മനസ്സിരിക്കുക. അതുകൊണ്ടാണ് ഞാൻ ജോലിക്ക് പോലും, എനിക്കൊരു ജോലി ശരിയായിട്ട് ഞാൻ അതിന് പോലും ഇപ്പം പോവാതെ ഞാൻ വേറൊരു അല്ലാതുള്ളൊരു ഓൺലൈൻ വർക്ക് ചെയ്തിട്ട് അല്ലാതെ വേറൊരു ഇത് ചെയ്തിട്ട് ഞാൻ വീട്ടിൽ തന്നെ ഞാൻ ഇരുന്നിട്ട് ഇത് കംപ്ലീറ്റ് ചെയ്യാനുള്ള, ഇത് കംപ്ലീറ്റ് ചെയ്തേ പറ്റുള്ളൂ എന്നുള്ളൊരു രീതിയിലാണ് ഞാനിപ്പോൾ ഇരിക്കുന്നത്. അത് അത്രയും സീരിയസ് ആയിട്ടുള്ള കാര്യമാണ്. എനിക്കിത് എങ്ങനെ നിങ്ങളോട് പറഞ്ഞിതാക്കണമെന്ന് എനിക്കറിയില്ല. ഇത് കേട്ട് കഴിഞ്ഞാൽ എത്ര പേര് ഇത് മനസ്സിലാക്കും, വിശ്വസിക്കുക, അല്ലെങ്കിൽ എത്ര പേര് ഇത് ഉൾക്കൊള്ളും എന്നുള്ളത് എനിക്കറിയില്ല. പക്ഷെ എൻ്റെ അനുഭവത്തിൽ ഞാൻ അറിഞ്ഞ സംഭവമാണ്. അപ്പം അതുകൊണ്ട് എനിക്കൊരു മനസ്സിലൊരു ഭയം ഉണ്ടായിരുന്നു എനിക്ക്. അതാണ് ഞാനിപ്പോൾ പറഞ്ഞത് കേട്ടോ. അപ്പം അതുകൊണ്ട് അത്രയും പവർഫുള്ളാണ് നമ്മുടെ ശിവപുരാണം. ഭഗവാന്റെ ശിവപുരാണം എന്ന് പറയുന്നത് അത്രയും പവർഫുള്ളാണ്, അത് മനസ്സിലാക്കുക. അങ്ങനെ ഭഗവാൻ അവിടെ, ശ്രീ പരമേശ്വരൻ അവിടെ ഈ വേടന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെടുകയാണ്. ശ്രീ പരമേശ്വരന്റെ തിരുസാന്നിധ്യം കൊണ്ട് വേടൻ ധന്യത നേടിയത് കണ്ട മാനുകൾ ഭഗവാനെ വന്ദിച്ച് ഭയഭക്തികളോടെ നിലകൊണ്ടു. 10,000 സംവത്സരം ഘോര തപസ് അനുഷ്ഠിച്ചാൽ പോലും ഓംകാരപൊരുളായ ശ്രീ ശങ്കരനെ ദർശിക്കുവാനുള്ള അപൂർവമായ സൗഭാഗ്യം മുനിമാർക്ക് പോലും ലഭിക്കാറില്ല. പക്ഷേ പൂർവ്വ പുണ്യം എന്നോണം ആ മാനുകൾക്ക് ഭഗവാന്റെ ദർശന സൗഭാഗ്യം ഉണ്ടായി. അതോടെ അവർ മൃഗീയതയിൽ നിന്നും മുക്തരായി കഴിഞ്ഞിരുന്നു. പൊടുന്നനെ അവർ ദിവ്യദേഹധാരികളായി ശാപമുക്തരായി വിമാനത്തിൽ കയറി ദിവ്യധാമങ്ങളിലേക്ക് പോയി. അങ്ങനെ ഈ ഭഗവാൻ അവിടെ പ്രത്യക്ഷപ്പെട്ടതോടുകൂടി, ശിവഭഗവാൻ അവിടെ പ്രത്യക്ഷപ്പെട്ടതോടുകൂടി ഈ മാനുകൾ പോലും മുക്തരാവുകയാണ്. ഈ മാനുകളുടെ മൃഗ സ്വഭാവം എല്ലാം ഇതെല്ലാം മാറിയിട്ട് ദിവ്യമായിട്ടുള്ള ശരീരങ്ങളൊക്കെ കിട്ടിയിട്ട് അവർ വിമാനത്തിൽ കയറി ആ ദിവ്യ ലോകങ്ങളിലേക്ക് പോവുകയാണ്. അന്നു മുതൽ അർബുദ പർവ്വതത്തിൽ ഭഗവാൻ ശിവൻ വ്യാധീശ്വരൻ എന്ന പേരിൽ പ്രസിദ്ധനായി തീർന്നു. അവിടെ പോയി ഭഗവാനെ ദർശനം ചെയ്ത് പൂജ നടത്തുന്നവർക്ക് ഉടൻ സൗഖ്യവും മോക്ഷവും ലഭിക്കുന്നതാണെന്ന് പരബ്രഹ്മ നിശ്ചയമുണ്ടായി. അപ്പോൾ അവിടെ എന്താണ്, എവിടെയാണ് ആ അർബുദ പർവ്വതത്തിലെ ശിവനെ വ്യാധീശ്വരൻ എന്നുള്ള പേരിലാണ് ഭഗവാൻ പ്രസിദ്ധനായി തീർന്നത്. അതുപോലെ അവിടെ പോയി ഭഗവാനെ ദർശനം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ദർശനം ചെയ്ത് പൂജ നടത്തുന്നവർക്ക് ഉടൻ തന്നെ സൗഖ്യവും അതുപോലെ മോക്ഷവും ലഭിക്കുന്നതാണെന്നും പരബ്രഹ്മ നിശ്ചയമുണ്ടായി.
ശ്രീ പരമേശ്വരന്റെ അനുഗ്രഹം കൊണ്ട് പാപങ്ങളെല്ലാം നീങ്ങി ശുദ്ധമായ സാത്വിക ഗുണവാനായി തീർന്ന വ്യാധൻ അന്നു മുതൽ ദിവ്യ സൗഖ്യങ്ങൾ അനുഭവിക്കാൻ തുടങ്ങി. സ്വരാജധാനിയിൽ ഉമാമഹേശ്വരന്മാരെ പൂജിച്ച് സ്വർഗീയ സുന്ദരമായ സുഖങ്ങൾ അനുഭവിച്ചു പോന്ന ഗുഹൻ ശിവഭക്തന്മാരിൽ അഗ്രഗണ്യനായി തീർന്നു. അങ്ങനെയിരിക്കെ ഭഗവാൻ ശ്രീരാമചന്ദ്ര പ്രഭു അനുജൻ ലക്ഷ്മണനോടൊത്ത് ഒരു ദിവസം അവിടെ സാന്നിധ്യം കൊണ്ടു. അദ്ദേഹത്തിന്റെ കാരുണ്യാതിരകത്തോടെയുള്ള അനുഗ്രഹത്താൽ ഗുഹൻ ശിവസായുജ്യം പൂണ്ടു. അങ്ങനെ ഭഗവാൻ അവിടെ പ്രത്യക്ഷനാവുകയാണ്. എന്നിട്ട് ഭഗവാൻ പറയുകയാണ്, ഹേ വേട, ഇന്നു മുതൽ നിനക്ക് അപൂർവമായ ഉന്നത പദവി ലഭിക്കുന്നതാണ്. ശൃംഗവേരപുരത്തിൽ ഉത്തമമായ രാജധാനി നിർമ്മിച്ച് ദിവ്യമായ സുഖങ്ങൾ അനുഭവിക്കാൻ ഇടവരുന്നതാണ്. നിന്റെ വംശത്തിന് ദിനം തോറും അഭിവൃദ്ധി ഉണ്ടായിരിക്കുകയും ദേവന്മാരുടെ പോലും പ്രശംസയ്ക്ക് നീ പാത്രമായി തീരുന്നതുമായിരിക്കും. വ്യാധ, എന്റെ ഭക്തന്മാരെ സ്നേഹിക്കുകയും അവർക്ക് അനുഗ്രഹങ്ങൾ ലോഭം കൂടാതെ ചൊരിയുകയും ചെയ്യുന്ന ഭഗവാൻ ശ്രീരാമചന്ദ്രൻ ഒരു ദിവസം നിശ്ചയമായും നിന്റെ ഗൃഹത്തിൽ ആഗതനാകും. നീയുമായ അദ്ദേഹം മൈത്രീ ബന്ധം സ്ഥാപിക്കുവാനും ഇടവരുന്നതാണ്. എന്നെ സേവിക്കുന്നതിൽ സദാ ശ്രദ്ധയോടെ മനസ്സുവെച്ച് ദുർലഭമായ മോക്ഷം പ്രാപിക്കുക. അങ്ങനെ ഭഗവാൻ ആ വേടൻ ഈ 4 യാമത്തിലുള്ള ഭഗവാന്റെ പൂജയും നടത്തിയതോടുകൂടി ആ വേടന്റെ സകല പാപങ്ങളും നശിച്ചു. അങ്ങനെ ഭഗവാൻ വേടന് സർവശ്രേഷ്ഠമായിട്ടുള്ള പദവി നൽകുകയാണ്. അങ്ങനെ ഭഗവാൻ പരമേശ്വരന്റെ അനുഗ്രഹം കൊണ്ട് പാപങ്ങളെല്ലാം നീങ്ങി ശുദ്ധമായ സാത്വിക ഗുണനായി തീർന്ന വ്യാധൻ അന്നു മുതൽ ദിവ്യ സൗഖ്യങ്ങൾ അനുഭവിക്കാൻ തുടങ്ങി. സ്വരാജധാനിയിൽ ഉമാമഹേശ്വരന്മാരെ പൂജിച്ച് സ്വർഗീയ സുന്ദരമായ സുഖങ്ങൾ അനുഭവിച്ചു പോന്ന ഗുഹൻ ശിവഭക്തന്മാരിൽ അഗ്രഗണ്യനായി തീർന്നു. അങ്ങനെയിരിക്കെ ഭഗവാൻ ശ്രീരാമചന്ദ്ര പ്രഭു അനുജൻ ലക്ഷ്മണനോടൊത്ത് ഒരു ദിവസം അവിടെ സാന്നിധ്യം കൊണ്ടു. അദ്ദേഹത്തിന്റെ കാരുണ്യാതിരകത്തോടുള്ള അനുഗ്രഹത്താൽ ഗുഹൻ ശിവസായുജ്യം പൂണ്ടു. അങ്ങനെ ഗുഹനും എന്ത് ചെയ്യുകയാണ്? ശിവസായുജ്യം നേടുകയാണ്. അപ്പം അതുകൊണ്ട് വിഷമിക്കേണ്ട. നമ്മൾ ഇപ്പോ മരണപ്പെട്ടവര് വയസ്സായവരായിക്കോട്ടെ ആരായാലും ശരി തന്നെ, അവരെല്ലാം ഇപ്പൊ ശിവസന്നിധിയിലായിരിക്കും എത്തിയിട്ടുണ്ടായിരിക്കാം. അതുകൊണ്ട് തന്നെ ആരും വിഷമിക്കേണ്ട ആവശ്യമില്ല. കാരണം ഭൂമി മാത്രമല്ല നമുക്കുള്ളത്, ഒരുപാട് ലോകങ്ങളുണ്ട്. മുകളില് പല ഉപരിലോകങ്ങളുണ്ട്. സ്വർഗലോകങ്ങള്, ശിവലോകം, അതുപോലെ വൈകുണ്ഠ ലോകങ്ങള്, വൃന്ദാവനം, അങ്ങനെ ഒരുപാട് ലോകങ്ങളുണ്ട്. അതുകൊണ്ട് ഭൂമിയിൽ നിന്ന് രക്ഷപ്പെടുന്നത് ഏറ്റവും ഉത്തമമായിട്ടുള്ള കാര്യം തന്നെയാണ്. അപ്പൊ ആ ഭൂമിയിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടുള്ളവർ അല്ലെങ്കിൽ മരണപ്പെട്ടിട്ടുള്ളവർ നന്മയുള്ളവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവര് ഭഗവാന്റെ സന്നിധിയിൽ തന്നെയായിരിക്കും എത്തിയിട്ടുണ്ടാവുക. അതുകൊണ്ട് അതോർത്ത് ആരും വിഷമിക്കേണ്ട ആവശ്യമില്ല, വിഷമിക്കരുത് എന്ന് തന്നെയാണ് പറയാനുള്ളത്. അറിയാതെ ആണെങ്കിലും ശിവരാത്രിയുടെ 4 യാമങ്ങളിൽ ശ്രീ പരമേശ്വരന് ഏറെ ഇഷ്ടപ്പെട്ട കൂവളത്തിലെയും ജലവും ശിവലിംഗത്തിൽ വീണപ്പോൾ അത് തനിക്കുള്ള അർച്ചനയായി കാരുണ്യവാനായ ഭഗവാൻ സ്വീകരിച്ചു. തന്റെ പൂജയ്ക്കുള്ള പ്രത്യുപകാരമായി ഭഗവാൻ വ്യാധന് പരമമായ സൗഭാഗ്യവും മോക്ഷവും നൽകി. പാപകർമ്മങ്ങളിൽ സദാ മുഴുകി നൈമിഷികമായ സുഖം കണ്ടെത്തിയിരുന്ന വേടന് അപൂർവമായ വരപ്രസാദം കാരുണ്യത്തോടെ ഭഗവാൻ പ്രദാനം ചെയ്ത സ്ഥിതിക്ക് ഒരു സാധകൻ ദൃഢവിശ്വാസത്തോടും ഭഗവാനോടുള്ള സീമാതീതമായ പ്രേമാധികത്തോടും കൂടി ശിവരാത്രി വ്രതം പൂജ ചെയ്താൽ ഫലം വിവരണാതീതവും അത്ഭുതവും ആയിരിക്കുമെന്ന കാര്യത്തിൽ സംശയമേയില്ല. ശാസ്ത്രങ്ങളുടെയും ധർമ്മത്തിന്റെയും സൂക്ഷ്മമായ തത്വം കണ്ടെത്താൻ ഒരു സാധകന് ശ്രമിച്ചാൽ ശിവരാത്രി വ്രതം വിധിപ്രകാരം അനുഷ്ഠിച്ചാൽ ലഭിക്കുന്ന ഫലമാണ് മഹത്തരമായിട്ടുള്ളതെന്ന് വ്യക്തമാകും. ഈ ലോകത്തിൽ സാധകർക്കായി വിവിധതരം വ്രതങ്ങളും അനേകം തീർത്ഥങ്ങളും വിവിധതരം ദാനങ്ങളും യാഗങ്ങളും തപോനിഷ്ഠകളും അനേകതരം ജപമുറകളും വിധിച്ചിട്ടുണ്ട്. ഇവയൊന്നും തന്നെ ശിവരാത്രി വ്രതത്തോട് തുല്യമാകുന്നില്ല. അതിനാൽ സ്വന്തം ജീവന്റെ മുക്തി കാംക്ഷിക്കുന്ന ഭക്തർ അത്യന്തം ശുഭകരവും മംഗളപ്രദവുമായ ശിവരാത്രി വ്രതം അനുഷ്ഠിക്കേണ്ടതാണ്. ശിവരാത്രി വ്രതം ദിവ്യവും പാപമോചനത്തിലുള്ള സുഗമമായ മാർഗവുമാണ്. ശിവപൂജയോടൊപ്പം നിദ്രയെ ഒഴിവാക്കലുമാണ് ഈ വ്രതത്തിന്റെ പ്രത്യേകത. ജാഗ്രതയായിരിക്കുന്ന ഒരു മനുഷ്യന്റെ മനസ്സിൽ തമോ ഗുണത്തിന്റെ ശക്തിയാൽ അജ്ഞതയുടെ അന്ധകാരം നിറയുന്ന പ്രക്രിയയാണ് നിദ്ര. ഉപബോധ മനസ്സിന്റെ പ്രവർത്തനമാണ് നിദ്രയ്ക്ക് നിദാനമായി വർദ്ധിക്കുന്നതെങ്കിലും അത് തമോ ഗുണ പ്രധാനമായതിനാൽ ജ്ഞാനത്തെ അസ്തമിപ്പിക്കുന്നതാണ്. ഉറക്കം സുഖം പ്രദാനം ചെയ്യുന്നതാണെങ്കിലും അത് മായാ ഭഗവതിയുടെ ലീലാവിലാസമാണെന്നും ഒരു ഭക്തൻ അറിഞ്ഞിരിക്കേണ്ടതാണ്. യോഗ പരിശീലിക്കുന്നതിലൂടെ നിദ്രയെ ജയിക്കാനും സാധിക്കുന്നു. ഭഗവതിയുടെ മാസ്മരിക ശക്തി വിശേഷമുള്ള നിദ്രയെ ജയിച്ച് ജീവനെ ഈശ്വരോന്മുഖമാക്കണമെങ്കിൽ ആ അമ്മയുടെ അനുഗ്രഹം ആവശ്യമാണ്. ആദിസ്വരൂപിണിയായ ശ്രീ ഭവാനി ദേവി തന്നെയാണ് തമോ ഗുണ പ്രധാനിയായി നിദ്രാദേവിയും എന്നതിനാൽ ശിവപ്രീതിക്കായി വ്രതമനുഷ്ഠിക്കുന്ന ഭക്തന് ആഗ്രഹിക്കുന്ന ഫലം പ്രദാനം ചെയ്യാതിരിക്കാൻ അമ്മയ്ക്കാവില്ല. അതായത് ശിവരാത്രി വ്രതം അനുഷ്ഠിക്കുന്നതിലൂടെ ഒരു സാധകന് അനേക വർഷത്തെ കർമ്മങ്ങളുടെ പാപം കഴുകിക്കളയാൻ തക്ക വിധത്തിൽ അവൻ അനുഗ്രഹീതനായിത്തീരുന്നു.
നിദ്രയെ ജയിക്കാൻ കഴിയാത്ത ഒരു ഭക്തന് യോഗബലം ഉണ്ടാകുകയില്ല. യോഗ അഭ്യസിക്കാത്ത ശ്രീ ശങ്കര മന്ത്രജപം ഒരു സാധനയായി സ്വീകരിച്ചാലും അതിലൂടെ സാധ്യമാകുന്നതും യോഗബലം തന്നെ. മന്ത്രം ജപിക്കുന്ന ഭക്തനായാലും യോഗ ചെയ്യുന്ന ഭക്തനായാലും മനസ്സിന്റെ വ്യാപാരങ്ങളെ അടക്കാനും ആത്മാവിൽ ധാരണയുണ്ടാക്കാനും അതിലൂടെ മനോബലവും വീക്ഷണവും ഉണ്ടാക്കുവാനും സാധിക്കുന്നു. ജ്വലിക്കുന്ന അഗ്നികുണ്ഡത്തിലേക്ക് ഇന്ധനം ഇട്ടുകൊടുക്കുമ്പോൾ പാവകൻ ജ്വാലയ്ക്ക് തീഷ്ണത വർദ്ധിപ്പിക്കുന്നത് പോലെ സമയാസമയങ്ങളിൽ ഉദരങ്ങളിലേക്ക് അന്നം ഇട്ടുകൊടുത്താൽ ജഡരാഗ്നി അവയെ ദഹിപ്പിച്ചുകൊണ്ടിരിക്കും. ഇത്തരം സന്ദർഭങ്ങളിൽ ആധ്യാത്മിക ശക്തി അമർന്നു കിടക്കും. അതേസമയം അന്നം ലഭിക്കാതെ വരുമ്പോൾ ജഡരാഗ്നി ശമിക്കുകയും ആത്മീയത ഉണരുകയും ചെയ്യും. അതുകൊണ്ടാണ് ഒരു സാധകൻ നിർബന്ധമായും ആഹാരക്രമം പാലിക്കണമെന്ന വ്യവസ്ഥ നിശ്ചയിച്ചിട്ടുള്ളത്. ശിവരാത്രി വ്രതം അനുഷ്ഠിക്കുന്ന സാധകൻ ഒരു കാരണവശാലും ആഹാരക്രമത്തിന്റെ കാര്യത്തിൽ വീഴ്ച വരുത്തരുത്. ജപവും ശിവലിംഗ പൂജയും പോലെ തന്നെ ആഹാരക്രമവും പാലിക്കണം. അങ്ങനെ ആഹാരക്രമത്തിലൂടെയും നിദ്രയെ ജയിക്കുന്നതിലൂടെയും ശരീരത്തിലെ ഇന്ദ്രിയങ്ങൾ നിയന്ത്രണത്തിന് അതീതമാവുവാൻ ഒരു സാധകന് കഴിയുന്നു എന്നതാണ് ആധ്യാത്മിക തത്വം. അനന്തമായ മേഖലകളിൽ വ്യാപരിക്കുന്ന ഇന്ദ്രിയങ്ങൾ തങ്ങളുടെ പരിധിയിലേക്ക് വിധേയമാക്കി നിൽക്കുകയും മനസ്സിനെ ശ്രീ പരമേശ്വരന്റെ പാതാര വിന്ദങ്ങളിൽ ചേർക്കുകയും ചെയ്യുന്നതോടെ ചലമറ്റ് കിടക്കുന്ന കുണ്ടലിനി ക്രമേണ ഉണരുകയും അത് ആത്മാവുമായി താതാത്മ്യം പ്രാപിക്കുവാനുള്ള സാധ്യതയും വന്നു ചേരുന്നു. നിദ്രയെ ജയിക്കുക എന്നത് ഒരു വലിയ കാര്യം തന്നെയാണ്. നിദ്രാരഹിതമായ ഒരു രാത്രി മുഴുവനും പരബ്രഹ്മ സ്വരൂപനായി ശ്രീ പരമേശ്വരന്റെ തീരുമാനവും ഉരുക്കഴിച്ചുകൊണ്ട് കഴിയുന്നത് അത്യന്തം ശുഭകരമാണ്. മാത്രമല്ല, ജഗദീശ്വരന്റെ അപൂർവമായ വരപ്രസാദം നേടാൻ ഒരു ഭക്തനെ അർഹനാക്കി തീർക്കുന്ന മഹത്തായ ഒരു സംഗതിയുമാണ്. കൈലാസനാഥന്റെ അപാരമായ കൃപാകടാശം ആഗ്രഹിച്ചുകൊണ്ട് ഒരു യഥാർത്ഥ ഭക്തൻ വിധിപ്രകാരം വ്രതം അനുഷ്ഠിച്ചാൽ തീർച്ചയായും അറിഞ്ഞും അറിയാതെയും ചെയ്തുപോയ പാപങ്ങൾ നശിപ്പിക്കാൻ അയാൾക്ക് കഴിയുന്നതാണ്. അപൂർവമായ മാനവജന്മം സാർത്ഥകവും പുണ്യപ്രദവുമായി തീർക്കേണ്ടത് അത്യാവശ്യമാണ്. അനേകം ജന്മങ്ങളിൽ അനുഭവിച്ച ദുരിതങ്ങളുടെ മോചനമാണ് അതിലൂടെ സാധ്യമാകുന്നത്. ആജ്ഞയുടെ അന്ധകാരത്തിൽ നിന്നുള്ള മോചനമാണ് ഒരു മനുഷ്യന്റെ ജന്മോദ്ദേശം. അപ്പോൾ ഇതെല്ലാം പറയുന്നതെന്ന് വെച്ചാൽ ശിവരാത്രി വ്രതം എടുക്കുന്നതിന്റെ മഹാത്മ്യത്തെ കുറിച്ചാണ് പറയുന്നത്. അത്രയും മഹാത്മ്യമാണ് ശിവരാത്രി വ്രതം എടുക്കുന്നതിന്. അതുപോലെ അജ്ഞതയുടെ അന്ധകാരത്തിൽ നിന്നുള്ള മോചനമാണ് ഒരു മനുഷ്യന്റെ ജന്മോദ്ദേശം എന്ന് പറയുന്നത്. ഈ ലോകത്ത് ബ്രഹ്മമയമല്ലാത്ത മറ്റെന്തെങ്കിലും ഉണ്ടെന്ന് ഒരുവൻ ചിന്തിക്കുന്നുവെങ്കിൽ അയാളിൽ ബ്രഹ്മചൈതന്യം വികസിച്ചിട്ടില്ല എന്ന് മനസ്സിലാക്കാം. സർവ്വ ജീവജാലങ്ങളിലും തന്നെ ദർശിക്കാൻ കഴിയുന്ന അഥവാ ബ്രഹ്മത്തെ കാണാൻ കഴിയുന്നവനാണ് യഥാർത്ഥ ശിവഭക്തൻ. കാരണം ശിവം എന്നത് സച്ചിദാനന്ദ പ്രധാനം അലൗകികമായ ഒരു ചൈതന്യ വിശേഷണമാണ്. ശിവം അഥവാ ബ്രഹ്മചൈതന്യം ഇല്ലാതെ ഒരു പുൽക്കൊടി പോലും ഭൂമിയിൽ ഉണ്ടാവുകയില്ല. അപ്പോ ശിവചൈതന്യമാണ്. നമ്മൾ ശിവചൈതന്യം ഇല്ലാതെ ഒരു പുൽക്കൊടി പോലും ഭൂമിയിൽ ഉണ്ടാവുകയില്ല എന്നാണ് പറയുന്നത് എന്നത് അലംഘനീയമായ സത്യദർശനമാണ്. ഭഗവാൻ ശ്രീ ശങ്കരൻ അകത്തും പുറത്തും ഒരുപോലെ നിലകൊള്ളുന്നു. അമരത്വം പ്രദാനം ചെയ്യുന്ന അമൃതതുല്യമായ ബ്രഹ്മാനന്ദനും അഥവാ സച്ചിദാനന്ദം ഓരോ മനുഷ്യന്റെയും അകതാരിൽ അതീവ രഹസ്യമായി ഭഗവാൻ നിക്ഷേപിച്ചിട്ടുണ്ട്. പക്ഷെ അവ കണ്ടെത്തി അനിതര സാധാരണവും അവാച്യമായ വിധത്തിൽ അനുഭവിക്കണമെങ്കിൽ അതിന് തക്കതായ അന്വേഷണവും ത്യാഗവും അനസ്യൂതവുമായ ആന്തരിക ശക്തി വിശേഷത്തെ അനുഭവവേദ്യമാക്കേണ്ടതുണ്ട്. ഒരു ശിവഭക്തൻ മറ്റുള്ളവരെ അന്യരായോ ശത്രുക്കളായോ കാണുന്നുവെങ്കിൽ അയാളുടെ അകതാരിൽ ആധ്യാത്മിക ചൈതന്യം വേണ്ട വിധത്തിൽ പ്രകാശിക്കുന്നില്ല എന്നതാണ് പരമാർത്ഥം. കാരണം ഭഗവാൻ താൻ ദർശിക്കുന്ന സർവ്വചരാചരങ്ങളിലും ഒരേ രീതിയിൽ കുടികൊള്ളുന്നുവെന്ന അനന്യബോധം അഥവാ അദ്വൈത ബോധം ആ ഭക്തനിൽ അങ്കുരിച്ചിട്ടില്ല എന്നതാണ് സത്യം. ആത്മാവ് അഥവാ പരബ്രഹ്മാംശം സർവ്വജീവികളിലും കുടികൊള്ളുന്നുവെന്നും അത് തന്നിൽ നിന്നും അന്യമല്ലെന്നുമുള്ള സത്യദർശനം വികസിതമാക്കുന്ന വിശേഷ ഗുണം ഉണ്ടാക്കിയെടുക്കാൻ ചിത്തവൃത്തി നിരോധം അത്യാവശ്യമാണ്. അതിനാൽ അനവരതം നമ്മുടെ മനതാരിൽ ഈശ്വരന്റെ രൂപം പ്രതിഷ്ഠിക്കണം. നാവിൽ ഈശ്വരന്റെ തിരുനാമം കുടിയിരുത്തണം. ദർശിക്കുന്നതെല്ലാം സദാശിവ രൂപമായി കരുതണം. നമ്മുടെ ചിന്തയിലും ഇന്ദ്രിയങ്ങളിലും സദാനേരവും ശ്രീ പരമേശ്വര ചിന്ത ജ്വലിച്ചു നിൽക്കണം. ഒരു യഥാർത്ഥ ശിവഭക്തൻ മറ്റുള്ളവരിൽ കാണുന്ന ദോഷങ്ങൾ പുറത്തു പറയരുത്. മറിച്ച് അവരിലുള്ള നന്മയെ മാത്രം ദർശിച്ച് അവയെ പ്രകീർത്തിക്കണം. അപ്പൊ ഇതൊക്കെയാണ് ശിവപുരാണത്തിൽ നമുക്ക് പറഞ്ഞു തരുന്നത്. കാരണം നമുക്കത് എല്ലാവർക്കും സാധിക്കില്ലല്ലേ, എല്ലാവരെയും ഒരേപോലെ കാണാൻ നമുക്ക് സാധിക്കുമോ? ചിലർ നമ്മളോട് ശത്രുത കാണിച്ചിട്ടുള്ളവരായിരിക്കും, അവരോട് നമുക്ക് മിത്രഭാവം അല്ലെങ്കിൽ അവരെയും നമുക്ക് ഒരുപോലെ കാണാൻ ചില സമയത്ത് കഴിയുകയില്ലല്ലേ. അപ്പൊ ഇതിൽ പറയുന്നത് വെച്ചാൽ അങ്ങനെ നമ്മളെല്ലാവരെയും ഒരുപോലെ കാണണം എന്നാണ് ഇതിൽ പറയുന്നത്. മനസ്സിലായോ? അപ്പൊ അത് ഉൾക്കൊള്ളുക എന്നുള്ളതാണ്. അപ്പൊ ഇതാണ് ഭാഗം 46 ഇവിടെ അവസാനിച്ചു. അടുത്ത നമുക്ക് ഭാഗം 47 ആണ്. അത് നമുക്കിനി അടുത്ത ക്ലാസ്സിൽ പറയാം.
മുക്തിയുടെയും ഭക്തിയുടെയും സ്വരൂപമാണ്. അപ്പൊ 47, 48 നമുക്ക് അടുത്ത ക്ലാസ്സിൽ വായിക്കാം കേട്ടോ. സർവം ശ്രീ മഹാദേവാർപ്പണമസ്തു. സർവം ശ്രീ ജഗദംബാർപ്പണമസ്തു. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഹര ഹര മഹാദേവ ശംഭോ മഹാദേവ. ഹര ഹര മഹാദേവ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ഒരുപാട് വിഷമമുള്ള കുറച്ച് സംഭവങ്ങൾ ഉണ്ടായി. അപ്പോൾ എനിക്കറിയില്ല എന്തുകൊണ്ടാണ് എങ്ങനെയൊക്കെ സംഭവിച്ചെന്ന് എനിക്കറിയില്ല. എനിക്കൊന്നും അറിയില്ല. ഞാനത് ഭഗവാനോട് അറിയും, ഭഗവാനെ എനിക്ക് ഒന്നും അറിയാത്തൊരു കുട്ടിയാണ് ഞാൻ. പക്ഷെ എൻ്റെ മനസ്സിൽ ഇത് ശിവപുരാണം എനിക്ക് പറയണമെന്ന് തോന്നിപ്പിച്ചതും ഭഗവാൻ തന്നെയാണ്. പക്ഷെ ഈ ശിവപുരാണം പറയുമ്പോൾ എനിക്കറിയില്ലായിരുന്നു. പക്ഷെ ഞാനിത് പറഞ്ഞ് തുടങ്ങി കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായി. ആദ്യം ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ കാര്യങ്ങൾ ഉണ്ടായി ഭൂമിയിൽ. ഞാൻ മുല്ലപ്പെരിയാറിന്റെ വിഷയമൊക്കെ കുറേ പറഞ്ഞു, കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രാർത്ഥന ചെയ്തിട്ടുണ്ടായിരുന്നു, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. പിന്നെ അതിനുശേഷം തന്നെ മറ്റേ ഹേമ കമ്മിറ്റി എന്ന് പറഞ്ഞ അങ്ങനെ കുറെ സംഭവങ്ങൾ പുറത്തു വന്നു ഇത് വായിച്ചതിന് ശേഷം. അത് നിങ്ങൾക്കറിയാം, ഞാൻ കാമദേവനെ ദഹിപ്പിക്കുന്ന ആ ഭാഗം വായിച്ചതിന്റെ 2 ദിവസം കഴിഞ്ഞപ്പോഴായിരുന്നു ആ സംഭവം ഉണ്ടായത്. അത് കഴിഞ്ഞിട്ട് പിന്നെയും കുറെ കഴിഞ്ഞിട്ട് പിന്നെയും കുറെ സംഭവങ്ങൾ, അതായത് ഈ വയസ്സായവർ ഒരുപാട് പേര് മരിച്ചു. ഒരു അടിക്കടി മരണങ്ങളായിരുന്നു. വയസ്സായവരാണ് കൂടുതലും ഈ ബഡിൽ കിടന്ന് ഞാനത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. വയസ്സായ ഇങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ഭഗവാനോട് ഞാൻ അത്രയും പ്രാർത്ഥിച്ച് പറഞ്ഞിട്ടായിരുന്നു. ഭഗവാനെ, ഒരുപാട് വയസ്സായിട്ട് ഒരുപാട് ഭൂമിയിൽ ബെഡിൽ കിടന്ന് കഷ്ടപ്പെടുന്നവരൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഭഗവാനിലേക്ക് ആ ഒരു മുക്തി കൊടുക്കണേന്ന് ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അങ്ങനെ ഒരുപാട് പേര്, അങ്ങനെ ഒരുപാട് മുത്തശ്ശന്മാരും ഒരുപാട് പേര് അടിക്കടി ഒരുപാട് പേര് മരണം അവരുടെ സംഭവിച്ചു, അവർക്ക് മുക്തി കിട്ടിപ്പോയി എന്നുള്ളത് സത്യമായിട്ടുള്ള കാര്യമാണ്. പക്ഷെ എനിക്ക് അതിനുശേഷമാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കുറേ സംഭവങ്ങൾ ഉണ്ടായി. അതിനുശേഷമാണ് ഈ പറഞ്ഞ ഒരു ചെറുപ്പക്കാരുടെ കുറച്ച് ആക്സിഡന്റ്, കുറച്ച് സംഭവങ്ങൾ, ഒരു ഷട്ടിൽ ബാറ്റ് അതിങ്ങനെ അടിക്കാനായിട്ട് പോയപ്പോൾ ഇവിടെ ഇങ്ങനെ ഉളുക്കിയിട്ട് ഒരു കുട്ടി, ചെറുപ്പമാണ്, 10-24 വയസ്സുള്ള, ഇറുക്കി ഇങ്ങനെ വന്നിട്ട് അറ്റാക്ക് പോലെ വന്ന് മരണപ്പെട്ടു. അത് ഒരു സംഭവം. പിന്നെ വേറെ ഇവിടെ കുറച്ച്, അതായത് ഒരു 2-3 സ്റ്റോപ്പ് അപ്പുറത്താണ്, അവിടെയും ഇത് ബോർഡ് വെച്ചിട്ടുണ്ട്. ഒരു കുട്ടി 22 വയസ്സാണ്, മരണപ്പെട്ടെന്ന് പറഞ്ഞിട്ട്, ഒരു ബോയ് ആണ്. പിന്നെ അങ്ങനെ കുറച്ച് സംഭവങ്ങളുണ്ട്. അറ്റാക്ക് വന്ന് അങ്ങനെയൊക്കെ മരിച്ചു, അങ്ങനെ ആക്സിഡന്റിൽ അങ്ങനെയൊക്കെ മരണപ്പെട്ട് കുറച്ച് സംഭവം ഉണ്ടായി. അപ്പൊ എനിക്ക് ഭയമായി. കാരണം എനിക്ക് ഭയമായെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറുപ്പക്കാരാണ്. നമുക്ക് എത്രയൊക്കെ ആയാലും ചെറുപ്പക്കാരുടെ മരണം, നമുക്ക് മരണ വാർത്ത കേൾക്കുന്ന പറഞ്ഞാൽ ഭയങ്കര ഇതാവും. എനിക്ക് അങ്ങനെ ഡൗട്ട് തോന്നാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ വയസ്സായവർ ഒരുപാട് പേര് മരണപ്പെട്ടപ്പോ അത് അവർക്ക് മുക്തി കിട്ടി പോയി. അവർക്ക് അത് കഷ്ടപ്പെടാതെ വീട്ടുകാരും അവരും ആ ആത്മാവും കഷ്ടപ്പെടാതെ അവർക്ക് ഭഗവാനിൽ എത്താൻ കഴിഞ്ഞു എന്നുള്ളത് ഒരു ഇതായിരുന്നു. പക്ഷെ ഇത് ഇങ്ങനെ കുറച്ച് ഒരു 3 മരണം അടുപ്പിച്ച് ഞാൻ അറിഞ്ഞു. അത് ഇന്നലെ തന്നെ ചേട്ടനോട് പറഞ്ഞു. ഞാൻ അല്ലാതെ അറിഞ്ഞായിരുന്നു. ഇന്നലെ എൻ്റെ ഹസ്ബൻഡ് എന്നോട് പറഞ്ഞായിരുന്നു ഇന്ന പോലെയുള്ള കാര്യം. അപ്പൊ എനിക്ക് ഒരുപാട് സങ്കടം. അപ്പൊ ഞാനിങ്ങനെ ഭഗവാനോട് ആലോചിച്ചു, ഭഗവാൻ ഇത് എന്താ ഇങ്ങനെ സംഭവിച്ചത്, എന്താ? അല്ലെങ്കിൽ ഇങ്ങനെ അത് ചിലപ്പോൾ ഞാൻ ഇത് വായിച്ചതുകൊണ്ടായിരിക്കില്ല, അവരുടെ സമയം അതായി, അതുകൊണ്ട് അവർക്ക് ഇങ്ങനെ സംഭവിച്ചതായിരിക്കും. എന്നാലും എനിക്ക് മനസ്സിൽ ആ ഒരു ഭീതി ഉണ്ടായി. ഭീതി മാത്രമല്ല, എനിക്ക് ഞാനിനി ഇത് പറഞ്ഞുകൊണ്ടാണോ ഇങ്ങനെയൊക്കെ സംഭവിച്ചു, ഇങ്ങനെ ഒരു എൻ്റെ മനസ്സിൽ എനിക്കൊരു എന്താ പറയാ, ഒരു ഭീതിയുണ്ട്. പക്ഷെ എനിക്കറിയില്ലല്ലോ, നമുക്കറിയില്ല, നമുക്ക് ഭഗവാൻ തന്നെയാണ് തോന്നിപ്പിക്കുന്നത് ഇത് പറയണം, ശിവപുരാണം പറയണമെന്നുള്ള ഭഗവാൻ തന്നെയാണ് നമുക്ക് തോന്നിപ്പിക്കുന്നത്. മനസ്സിലായോ? കാരണം നിങ്ങൾക്കറിയാം, ഭഗവാൻ ഭഗവത്ഗീതയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഒരുപാട് പാപകർമ്മങ്ങൾ ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ ഒരുപാട് തിന്മ ഉണ്ടാകുമ്പോഴാണ് അവിടെ ഭഗവാൻ അവതരിക്കുന്നതെന്ന് പറയും, ഓരോരുത്തരിലൂടെ അവതരിക്കുന്നതെന്ന് പറയും ഭഗവാൻ. അപ്പൊ എനിക്കിത് പറയണമെന്നുള്ള എൻ്റെ നിയോഗമായിരുന്നു. ഞാനിത് സത്യം പറഞ്ഞു കഴിഞ്ഞാല് എനിക്കിതിന് ഒരു ഇതായെന്ന് വെച്ച് കഴിഞ്ഞാല്, സ്വസ്തിക എന്ന് പറഞ്ഞൊരു മാതാജി ഉണ്ട്.
അത് സ്വസ്തിക എന്ന് പറഞ്ഞ് സ്വസ്തിക ഓളീസൽ എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് അറിയാം. അതിൽ ഇതുപോലെ ആ ചേച്ചി ഇതുപോലെ ആ മാതാജി ഇതുപോലെ നാരായണീയവും ദേവിമാന്മയൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടിട്ടുണ്ട്. അപ്പൊ ഇത് കണ്ട് എനിക്ക് ഇൻസ്പയർ ആയിട്ടാണ് ഞാൻ ഇത് ഇങ്ങനെ പുരാണം എനിക്കും അതുപോലെ പറഞ്ഞിടണമെന്നൊരു മനസ്സിൽ തോന്നിച്ചത്. ഭഗവാനായിട്ട് തന്നെ തോന്നിക്കുന്നതാണ്. അങ്ങനെയാണ് ഞാൻ പക്ഷേ ഈ സ്വസ്തിക മാതാജി ഇതിൽ ശിവപുരാണം പറഞ്ഞിട്ടിട്ടില്ല. പക്ഷെ നാരായണീയം ഞാനും പറഞ്ഞിട്ടിട്ടുണ്ട്. അപ്പം നാരായണീയം ദേവി മഹാത്മ്യമൊക്കെ പറഞ്ഞിട്ടിട്ടുണ്ട്. അപ്പം ഞാനും ഇതുപോലെ നാരായണീയം ദേവി മഹാത്മ്യമൊക്കെ പറഞ്ഞിട്ട്, പക്ഷെ ശിവപുരാണം പറഞ്ഞിട്ടിട്ടില്ലായിരുന്നു. പക്ഷെ എനിക്കറിയില്ല, എനിക്ക് ശിവഭഗവാനോട് ഞാൻ പറഞ്ഞല്ലോ പണ്ടേ ഒരു ഇതുണ്ട്, എൻ്റെ അച്ഛൻ്റെ നാളും ഉത്രാടമാണ്, ശിവന്റെ നാളാണ്. അപ്പം എനിക്ക് ശിവഭഗവാനോട് ഇതുള്ളതുകൊണ്ട് എനിക്ക് ശിവപുരാണം എനിക്ക് പറയണമെന്നുള്ള മനസ്സിൽ ആ ഒരു ഇത് തോന്നി. അത് ഭഗവാനായിട്ട് തന്നെ തോന്നിപ്പിച്ചാണ്. അങ്ങനെയാണ് ഞാൻ ഈ ശിവപുരാണം, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ശിവപുരാണം ഞാൻ എടുത്തിട്ട് ഞാൻ ഇത് ലൈവിൽ ഇടുന്നത് അതുകൊണ്ടാണ്. പക്ഷെ എനിക്ക് അറിയില്ല, പക്ഷെ ഇത് നമ്മൾ അത്രയും പവർഫുൾ ആണ്. ഇത് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെയാ ഇതിൽ സംഭവിക്കുന്ന എന്താ ഇതൊന്നും എനിക്ക് അറിയില്ലായിരുന്നു സത്യം പറഞ്ഞു. പക്ഷെ ഒരുപാട് സംഭവങ്ങൾ ഇങ്ങനെ ഉണ്ടായി. അപ്പൊ ഇങ്ങനെയൊക്കെ കുറച്ച് കേട്ടപ്പോൾ എനിക്ക് വിഷമം തോന്നി. അങ്ങനെ ഞാൻ ഇവിടെ തന്നെ അടുത്തുള്ള എടുത്ത് ചെന്ന് ചോദിച്ചു ഇതിനെക്കുറിച്ച്. അപ്പൊ അവര് പറഞ്ഞ ശിവപുരാണം അത്രയും പവർഫുൾ ആണ്. അത് വായിച്ചു കഴിഞ്ഞാൽ അത് വായിച്ച് തീർക്കുക തന്നെ വേണം. അത് എവിടെ ആയാലും ശരി തന്നെ. ഇപ്പൊ നമ്മള് ഫോണിൽ കൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായാലും നമ്മൾ വീട്ടിലിരുന്ന് വായിക്കുന്നതിൽ എവിടെ ആയാലും ശരി തന്നെ. നമ്മൾ ശിവപുരാണം വായിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നീട് നമ്മളല്ല, മനസ്സിലായി, അത് വായിക്കാനുള്ള നിയോഗമാണ് ഭഗവാൻ നമുക്ക് തരുന്നത്. അത് വായിച്ച് പറഞ്ഞു കൊടുക്കാനുള്ള ഇതാണ് നമുക്ക് തരുന്നത്. ബാക്കി മറ്റുള്ള കാര്യങ്ങൾ ഭൂമിയിൽ എന്തൊക്കെ നടക്കണമെന്ന് തീരുമാനിക്കുന്ന അപ്പോൾ ഭഗവാനായിരിക്കും. അത് ഭഗവാന്റെ കൈകളിലായിരിക്കും. ആ ചുറ്റുപാടുകളിൽ എന്ത് നടക്കണം, അല്ലെങ്കിൽ നമ്മളായിട്ട് ബന്ധപ്പെട്ടവർക്ക് എന്ത് നടക്കണം, അല്ലെങ്കിൽ മറ്റുള്ള അടുത്ത് എന്ത് നടക്കണമെന്ന് തീരുമാനിക്കുന്നത് ഭഗവാനായിരിക്കും. അപ്പൊ ഇത് വായിച്ചെന്ന് പറഞ്ഞാൽ ഞാനൊരു ഇത് എന്താ പറയാ, എനിക്കിത് വായിക്കണമെന്നുള്ള മനസ്സിൽ തോന്നിയതുകൊണ്ടാണ് ഞാൻ വായിച്ചത്. പക്ഷെ ഇതിന് വായിച്ചു കഴിയുമ്പോൾ എന്തൊക്കെ മാറ്റങ്ങളാണ് ഉണ്ടാവുന്നെന്നുള്ളത് എനിക്കറിയില്ല. നല്ല കുറെ കാര്യങ്ങൾ ഉണ്ടായി, ഇങ്ങനെയുള്ള കുറച്ച് ഇതും ഉണ്ടായി. അപ്പം അപ്പോൾ പറഞ്ഞു വെച്ചാൽ കുറച്ച് പാപങ്ങൾ, അതായത് അവരുടെ കഴിഞ്ഞ ജന്മത്തിലോ ഈ ജന്മത്തിലോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പാപങ്ങൾ കാണുമ്പോൾ അതിന്റെ ഫലമായിട്ട് അവർക്ക് ചെറുപ്പത്തിൽ ഇങ്ങനെ മരണം സംഭവിക്കുക, അല്ലെങ്കിൽ അവർക്ക് അതിന്റെ ടൈം ആയിട്ടുണ്ടാവും, അതുകൊണ്ടാണ് അങ്ങനെ ഉണ്ടാവുന്നത്. അത് നമുക്ക് ഇത് വായിച്ചുകൊണ്ടാണ്, അങ്ങനെ നമുക്ക് പറയാൻ കഴിയില്ല. ഓരോരുത്തർക്ക് ടൈം ആകുമ്പോൾ ആ ടൈമിൽ അവർക്ക് ഇതുണ്ടാകും. കാരണം മരണം എന്ന് പറയുന്നത് സത്യമായിട്ടുള്ള കാര്യമാണ്, അത് സംഭവിച്ചേ തീരുകയുള്ളൂ എന്നാണ് പറയുന്നത്. അപ്പൊ അത് സത്യമായിട്ടുള്ള കാര്യമാണ്. ഇപ്പൊ ഞാൻ പോലും നിങ്ങളുടെ അടുത്ത് ഇങ്ങനെ സംസാരിക്കണോ, എനിക്ക് തന്നെ അറിയില്ല. അപ്പം ഓരോരുത്തർക്കും അതാണ്, നിങ്ങളായാലും അവിടെ ഇരുന്ന് കാണുന്നു, അല്ലെങ്കിൽ ഓരോരുത്തരും അപ്പം ഇത് മനസ്സിലാകും. നമുക്ക് ഏത് നിമിഷവും എന്ത് സംഭവിക്കാന്നുള്ളൊരു സാഹചര്യമാണ് ഓരോരുത്തരുടെ. അപ്പൊ അത് മനസ്സിലാക്കി ജീവിക്കാന്നുള്ളതാണ് ആ ഒരു ഇത് നമുക്ക് മനസ്സിലാക്കി തരുന്നതാണ് ഭഗവാൻ. അപ്പൊ അത് മനസ്സിലാക്കി നമ്മൾ മുന്നോട്ട് മറ്റുള്ളവരെ ദ്രോഹിക്കാതെ മുന്നോട്ട് പോവാന്നുള്ളതാണ്. അവരവരുടെ കാര്യങ്ങൾ നോക്കിയിട്ട് അവര് കർമ്മങ്ങൾ ചെയ്ത് അവരുടെ ഇത് നോക്കി അവര് മറ്റുള്ളവരെ സഹായിക്കാൻ പറ്റുമെങ്കിൽ സഹായിച്ചുകൊണ്ട് അങ്ങനെ പോവുക, അല്ലെങ്കിൽ ഭഗവാനെ പ്രാർത്ഥിച്ചുകൊണ്ട് നന്മയിലൂടെ വന്നിട്ട് അങ്ങനെ പോവുക. ഇതാണ് നമുക്ക് പറഞ്ഞു തരുന്നത്. അതായത് നമ്മൾ അതായത് നമ്മൾ മറ്റുള്ളവർക്ക് ദ്രോഹങ്ങൾ ചെയ്യാതിരിക്കുക കൂടുതലായിട്ട്, അല്ലെങ്കിൽ നമുക്ക് പാപങ്ങൾ നമ്മൾ ചെയ്യാതിരിക്കുക എന്നുള്ളത് മനസ്സിലായോ. അപ്പം അപ്പോൾ ഇങ്ങനെയാണ് പറഞ്ഞത്. ഒരു ശിവപുരാണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും പവർഫുൾ ആണ്, ശിവഭഗവാൻ എന്ന് പറഞ്ഞാൽ അത്രയും പവർഫുൾ ആണ്, ഭഗവാനെ പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ അത്രയും നന്മയാണ്. അപ്പോൾ അതാണ് മഹാമൃത്യുഞ്ജയനാണ് ഭഗവാൻ വിചാരിച്ചു കഴിഞ്ഞാൽ എന്തും സംഭവിക്കും. നമ്മുടെ ഒരു ജീവൻ പോലും നമുക്ക് നിലനിർത്തുന്നത് ഭഗവാനാണ്, മഹാമൃത്യുഞ്ജയനാണ്. അപ്പം ഭഗവാൻ അത്രയും ഇമ്പോർട്ടൻസ് ഉണ്ട് ശിവഭഗവാന്, അതെല്ലാവരും മനസ്സിലാക്കുക. അപ്പോൾ ചിലരൊക്കെ പറയാറുണ്ട്, ചില സംഘടനയിൽ വരുന്ന പലരും പല രീതിയിൽ പറയാറുണ്ട് ശിവഭഗവാനെ അത്രയും നമ്മൾ പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. ചിലർ മാറ്റി നിർത്തിയിട്ടുണ്ട്. ഞാൻ മുമ്പ് നിങ്ങളോട് പല കാര്യങ്ങളും ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അതൊക്കെയെന്ന് പറയുന്നത് അതൊക്കെ തെറ്റായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പം അതിൻ്റെയൊക്കെ ഓരോ പരിണിത ഫലങ്ങൾ ഇപ്പോഴും ഓരോരുത്തർ അനുഭവവേദ്യമായിട്ട് വന്ന് കുറേ സ്ഥലങ്ങൾ കുറേ സംഭവങ്ങൾ നിങ്ങൾ ഇതിനോടകം തന്നെ ഒരുപാട് കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് മനസ്സിലാക്കണം. അപ്പം മനസ്സിലാക്കാതെ നമ്മൾ മനസ്സിലാക്കണം. മറ്റുള്ളവർ മറ്റുള്ളവർ പറയുന്നതല്ല, നമുക്ക് സ്വന്തമായിട്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞ കാര്യം അതാണ്. നമുക്ക് സ്വന്തമായിട്ടൊരിത് വേണം. നമ്മളത് സത്യം മനസ്സിലാക്കണം. നമ്മൾ എന്തെങ്കിലും തെറ്റ് നമ്മുടെ മനസ്സിൽ തോന്നിയിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും നമ്മൾ തെറ്റ് ചെയ്യാൻ നമ്മൾ മാപ്പ് ചോദിക്കുക. ഇതൊക്കെ ഞാൻ
പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ നിങ്ങളത് ഇത്രയും നമുക്ക് സീരിയസ് ആയിട്ട് കാണേണ്ട കാര്യം തന്നെയാണ്. ചിലർ പറഞ്ഞുകൊണ്ട് നടക്കും, പല മതഭാഗങ്ങളിലുള്ള പല രീതിയിലുള്ളവർ, നമ്മുടെ ഇതിലുള്ളവർ തന്നെയും പലരും പറഞ്ഞുകൊണ്ട് നടക്കും ഭഗവാനില്ല, ശിവനില്ല, ദേവിയില്ല, ഗണപതി മിത്താണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കും. ഇതൊക്കെയെന്ന് പറയുന്നത് കൊടിയ പാപമാണ്. അപ്പം അത് മനസ്സിലാക്കുക. അത് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ എല്ലാം ഉണ്ട്, ഈ പറയുന്ന ദേവീ ദേവന്മാരെല്ലാവരും ഉണ്ട് എന്നുള്ളത് സത്യമായിട്ടുള്ളത്. നമ്മൾ മനുഷ്യരായിട്ട് ഇവിടെ ഈ ഭൂമിയിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ദേവീ ദേവന്മാർ എല്ലാവരും തന്നെ ഉണ്ട്, ഈ ശക്തികൾ എല്ലാവരും തന്നെയുണ്ട്. മനസ്സിലായോ? അതായത് ശിവനുണ്ട്, പാർവതിയുണ്ട്, ദേവിയുണ്ട്, ഭഗവാനുണ്ട്, ശ്രീകൃഷ്ണനുണ്ട്, യേശുവുണ്ട്, അള്ളാഹുണ്ട്, ദൈവങ്ങളുണ്ട്, എല്ലാ ശക്തികൾ, ആ സത്യസ്വരൂപമായിട്ടുള്ള എല്ലാ ദേവീ ദേവന്മാരും എല്ലാവരും ഉണ്ട് എന്നുള്ളത് പരമമായിട്ടുള്ള സത്യമാണ്. അപ്പൊ ആ പരമമായിട്ടുള്ള സത്യമാണ്, ആ പരബ്രഹ്മമാണ്, ആ ഉന്നതിയിലുള്ള ദൈവമാണ്, അല്ലെങ്കിൽ ആ ഭഗവാനാണ്, അല്ലെങ്കിൽ ഭഗവതിയൊക്കെയാണ് ആ ശക്തി. അവരാണ് നമ്മളെ എല്ലാവരെയും നിയന്ത്രിച്ച് നമ്മൾക്ക് എന്ത് സംഭവിക്കും, എന്താണ് വേണ്ടത്, നമ്മുടെ കർമ്മഫലങ്ങൾ തരുന്ന, അല്ലെങ്കിൽ നമുക്ക് ഇതെല്ലാം തീരുമാനിക്കുന്ന ആ ഒരു ഇതാണ്. അത് ആ ഒരു ശക്തി നമ്മൾ മനസ്സിലാക്കുക. അത് നിങ്ങൾ ഏത് ഇതിൽ നിങ്ങൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ആ ഒരു ദൈവം എന്ന് പറയുന്ന ശക്തി ഉണ്ട് എന്നുള്ളത് അത് സത്യമായിട്ട് പരമായിട്ടുള്ള സത്യമാണ്. അത് മനസ്സിലാക്കി ജീവിച്ചു പോവാന്നുള്ളതാണ്. അത് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ ഇങ്ങനെ ഓരോ അനുഭവങ്ങൾ നമ്മുടെ കൺമുമ്പിൽ കാണിച്ചു തരുന്നത്. മനസ്സിലായോ? അപ്പൊ അത് സത്യമാണ്. അപ്പൊ ആ നന്മയിലേക്ക് വരിക എന്നുള്ളതാണ്. മനസ്സിലായി? അപ്പം ആ നന്മയിലേക്ക് വരിക, ആ ഭഗവാനെ അല്ലെങ്കിൽ ഭഗവതിയെ പ്രാർത്ഥിക്കുക. നമുക്ക് ഈ ഭക്തിയും നമ്മുടെ ആ ഇതൊക്കെ ഇല്ലാതാവുമ്പോഴാണ്, ആ ഭഗവാനെ അല്ലെങ്കിൽ ഭഗവതിയെ മറക്കുമ്പോൾ, ദൈവത്തിനെ മറക്കുമ്പോഴാണ് നമുക്ക് ഇങ്ങനെയുള്ള ഓരോ നമുക്ക് അനുഭവങ്ങൾ ഓരോന്നും നമ്മുടെ കൺമുമ്പിൽ ഓരോതായിട്ട് കാണിച്ചു തരുന്നത്. അപ്പം അത് മനസ്സിലാക്കി ഇതെല്ലാം ഉണ്ട്, ഇത് സത്യമാണെന്നുള്ളത് മനസ്സിലാക്കി നമ്മൾ ജീവിച്ച് മുന്നോട്ട് പോവാന്നുള്ളതാണ്. ആ ഒരു ദൈവഭയം, അല്ലെങ്കിൽ ആ ഒരു ഭഗവാനിലുള്ള ഭയം, ഭഗവതിയിലുള്ള ഭയമൊക്കെ, ആ ഭക്തിയും സ്നേഹവും, ശ്രീകൃഷ്ണനാണെങ്കിൽ പ്രേമഭക്തിയാണ്, അങ്ങനെ ഓരോ ഇതാണ്. അപ്പം അത് നമ്മൾ മനസ്സിലാക്കി നമ്മൾ ആ ഒരു ഇതിൽ നേർവഴിയിലേ സഞ്ചരിക്കുക എന്നുള്ളതാണ്. അല്ലാതെ പണത്തിന് വേണ്ടിയിട്ട് പല തെറ്റുകളും ചെയ്ത്, അല്ലെങ്കിൽ പണം ഉണ്ടാക്കാൻ വേണ്ടി മറ്റുള്ളവരെ ദ്രോഹിച്ച് അങ്ങനെ ചെയ്ത് ഇങ്ങനെ ചെയ്ത് അങ്ങനെ അല്ല ജീവിക്കേണ്ടത്. അതല്ല ഒരു മനുഷ്യ ജീവിതം. മനസ്സിലായോ? ഇപ്പൊ നമുക്ക് ഒന്നുമില്ലെങ്കിലും നമ്മൾ ആ ഭഗവാനെ മറക്കാതിരിക്കുക, ദൈവത്തെ മറക്കാതിരിക്കുക, അവരെ പ്രാർത്ഥിച്ച് മുന്നോട്ട് പോവാന്നുള്ളതാണ് നമുക്ക് ചെയ്യേണ്ടത്. മനസ്സിലായോ? കാരണം ഈ ജീവൻ നമുക്ക് മറ്റെന്തിനേക്കാളിലും വലുതാണ് നമ്മുടെ ജീവൻ എന്ന് പറയുന്നത്, അല്ലേ? മറ്റെന്തിനേക്കാളിലും വലുതാണ് നമുക്ക് നമ്മുടെ ജീവൻ, നമ്മുടെ ശ്വസന വായു എന്ന് പറയുന്നത്, അല്ലേ? അപ്പൊ അതുകൊണ്ട് നമുക്ക് അസുഖം വരാതിരിക്കണം, നമുക്ക് നന്മയുണ്ടാവും, അതിനൊക്കെ വേണ്ടിയിട്ടായിരിക്കണം നമുക്ക്. മനസ്സിലായി? അല്ലാതെ നമ്മുടെ മറ്റുള്ള എന്താ പറയാ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള ഒന്നിലും അല്ല നമ്മുടെ ഇതെന്ന് പറയേണ്ടത്. മനസ്സിലായി? അപ്പൊ അത് മനസ്സിലാക്കുക. അതുകൊണ്ട് ആരെയും നമ്മൾ വില കുറച്ച് കാണാൻ പാടില്ല, ആരെയും. അതുപോലെ നമ്മുടെ കാട്ടിലും താഴ്ന്നവരെയും നമ്മളൊന്നും ഇതാക്കാൻ പാടില്ല. എല്ലാവരിലും, അതാണ് ഈ ശിവപുരാണത്തിൽ എല്ലാവരിലും ആ ഭഗവാന്റെ ചൈതന്യമാണുള്ള, ഭഗവാനാണ്, ഭഗവാന്റെ ഇതാണ് ഉള്ളതെന്നുള്ള നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് എല്ലാവരും ഒരുപോലെ കണ്ട് ജീവിക്കാനാണ് ഭഗവാൻ ഇവിടെ പറയുന്നത്. മനസ്സിലായോ? അപ്പൊ അത് മനസ്സിലാക്കുക, ആ സത്യം മനസ്സിലാക്കുക എന്നുള്ളതാണ്. അപ്പൊ അത് മനസ്സിലാക്കിക്കൊണ്ട് ജീവിക്കുക. എല്ലാവരും നന്മയിലേക്ക് വരിക, നന്മ ഉണ്ടാവട്ടെ, നല്ലൊരു നാളെ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുകയാണ്. ഹര ഹര മഹാദേവ, ശംഭോ മഹാദേവ. ഓം നമഃ ശിവായ.